ത്രിയേക ദൈവത്തിന് സ്തുതി. ഏറ്റവും ബഹുമാന്യനായ ഉമ്മൻ ശ്യാമലച്ചൻ, സാമച്ചൻ, ജീവനച്ചൻ, ഈ ഇടവകയുടെ ചുമതലക്കാരെ, ഇന്ന് സന്ധ്യയിൽ ദൈവവചനം ആകുന്ന വിരുന്നിൽ സംബന്ധിക്കുവാൻ വന്നു ചേർന്നിരിക്കുന്ന പ്രിയ ദൈവജനമേ, ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് വചന പ്രഘോഷണത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം, അതിൻ്റെ 1 മുതൽ 9 വരെയും ഉള്ള വാക്യങ്ങളാണ്. വായിച്ച് കേട്ടതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. 8-ാമത്തെ വാക്യം റിപ്പീറ്റ് ചെയ്യുന്നു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, വചനവിരുന്നിലേക്ക് ചേർന്ന് വന്നിരിക്കുന്ന ഞങ്ങളെ സമൃദ്ധമായ വചനത്താൽ ഞങ്ങളെ ശക്തീകരിച്ച് പോഷിപ്പിച്ച് വന്നതിനേക്കാൾ അപ്പുറമായ ആത്മശക്തിയോടെ മടങ്ങിപ്പോകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 13 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ ഇന്നലെ ധ്യാനത്തിനെടുത്തത്. അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് തന്നെ ആണ് തുടർ ചിന്തകളും ക്രമീകരിച്ചിരിക്കുന്നത്. ദേവാലയത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സങ്കല്പങ്ങൾ, ദേവാലയവും ജനവും തമ്മിലുള്ള ബന്ധം, ദേവാലയ സങ്കല്പങ്ങളെ മനുഷ്യൻ തിരുത്തി അവൻ്റെ സങ്കല്പങ്ങൾക്ക് വിധേയപ്പെട്ടത്, അതിനെ തിരുത്തുന്ന ക്രിസ്തുവിൻ്റെ സാന്നിധ്യം, ചർച്ച് എന്ന് പറയുന്നത് എന്താണ് എന്ന് കുറെക്കൂടെ വ്യക്തമാക്കുന്ന ഒരു ഭാഗത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിച്ച് വരുമ്പോൾ അതിൻ്റെ 1-ാം അധ്യായത്തിൽ യേശുവിൻ്റെ വംശപാരമ്പര്യത്തെക്കുറിച്ചൊന്നും പരാമർശിക്കുന്നില്ല. വളരെ ഹൈലി ഫിലോസഫിക്കലായിട്ടുള്ള ഒരു ആരംഭമാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞ് യാതൊരു മുഖവരെയും ക്രിസ്തുവിൻ്റെ വംശപാരമ്പര്യത്തെ തൊടാതെയാണ് യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം എന്നാൽ എന്താണ് എന്നൊരു ചോദ്യത്തിന് 3 സുപ്രധാനമായ തീമാണ് ഈ സുവിശേഷം ഡീൽ ചെയ്യുന്നത്. 1, ലൈറ്റ്, വെളിച്ചം എന്ന്. 2, ജീവൻ, ലൈഫ്. 3, സ്നേഹം എന്ന്. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ഭാഗം രേഖപ്പെടുത്തുന്നതാണ് 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. നമുക്കെല്ലാവർക്കും കാണാതെ അറിയാവുന്ന ഒരു വാക്യമാണ്. ജോൺ ചാപ്റ്റർ 3 വേഴ്സ് 16. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് അതൊന്ന് പറയാമല്ലോ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തിയത് എങ്ങനെയാണ് എന്ന് ആ സുവിശേഷത്തിൻ്റെ മുഴുവൻ ഒരു കണ്ടൻസ്ഡ് ആയിട്ടുള്ള ഒരു തീം ആ 16-ാമത്തെ വാക്യത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഈ 3 തീമിനെ ബേസ് ചെയ്താണ് ഈ സുവിശേഷം മുഴുവൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് ഈ കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്നത്? നമ്മൾ ഈ കാലഘട്ടത്തെ എങ്ങനെയാണ് ഒന്ന് നിർവചിക്കുവാൻ ശ്രമിച്ചാൽ 3 രീതിയിൽ നമുക്ക് ഈ കാലഘട്ടത്തെ ഒത്തിരി വിധത്തിൽ നമുക്ക് നിർവചിക്കുവാൻ കഴിയുമെങ്കിലും what a kind of world we are living, or
വാട്ട് ഈസ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ് ഏജ് എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റും, ദിസ് ഈസ് ആൻ ഏജ് ഓഫ് ഹേറ്റ്രെഡ്നെസ്. വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ ഒരു കാലമാണിത്. ആൻഡ് ദിസ് ഈസ് ദി ഏജ് ഓഫ് ഹോപ്പ്ലെസ്. പ്രത്യാശ നഷ്ടപ്പെട്ടവരുടെ അല്ലെങ്കിൽ ആശ നഷ്ടപ്പെട്ടവരുടെ ഒരു കാലം എന്ന് നമുക്ക് നിർവചിക്കാം. ആൻഡ് ദിസ് ഈസ് ആൻ ഏജ് ഓഫ് ഹാർട്ട്ലെസ്നെസ്. ഹൃദയശൂന്യതയുടെ ഒരു കാലം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. എല്ലാ കാലങ്ങളിലുമുണ്ട് എങ്കിൽ പോലും കുറെ കൂടെ തെളിഞ്ഞു നിൽക്കുന്ന ഈ 3 രീതികളെ നമുക്ക് ഒന്ന് ബേസ് ചെയ്യേണ്ടതുണ്ട്. അഥവാ വിദ്വേഷത്തിന്റെ കാലം, പകയുടെ കാലം, വെളിച്ചം മങ്ങിയ കാലമാണിത്. ഹൃദയമില്ലാത്ത കാലം എന്ന് നമുക്ക് ഈ 3 തലത്തിൽ ഈ കാലത്തെ വിശേഷിപ്പിക്കാം. അങ്ങനെയാണ് എങ്കിൽ അങ്ങനെ ഒരു കാലത്ത് ദൈവത്തിന്റെ മക്കളെന്ന നിലയിൽ, ദൈവജനമെന്ന നിലയിൽ നമ്മളുടെ ദൗത്യം എന്ത് എന്ന് കൃത്യമായി അടയാളപ്പെടുത്തേണ്ട ഒരു കാലം കൂടിയാണ് ഈ കാലം എന്നതോർക്കുക. അതുകൊണ്ട് സുവിശേഷം, പൊതുവെ നമ്മൾ പറയും സുവിശേഷം പ്രഘോഷിപ്പാൻ അത്ര സുഖകരമായ ഒരു കാലമാണ് എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് സഭയ്ക്ക് ഒരു പ്രതിസന്ധി, സഭയെ കടന്നു പോകുന്ന പ്രതിസന്ധി, നമ്മുടെ സഭയെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, the whole church in the world, the universal church is facing a number of issues because they are not able to propagate the gospel in such a way, because the world is not receptive to accept the gospel. സുവിശേഷത്തെ ഉൾക്കൊള്ളുവാൻ, സ്വീകരിക്കുവാൻ പറ്റാത്ത വിധത്തിൽ റിസൺമെന്റ് ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. കാരണം ആര് പ്രസംഗിച്ചാലും കടുത്ത ഭാഷയിൽ അതിനോട് പ്രതികരിക്കുവാൻ കഴിയുന്ന ഒരു കാലം, അതിനെ സ്വീകരിക്കുവാൻ കഴിയാത്ത ഒരു കാലമാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ 70 പേരെ അയക്കുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഹി വാസ് സെൻഡിങ് ദി അതർ 70 എന്ന് 72 എന്ന് മറ്റൊരിടത്തും പറയുന്നുണ്ട്. അങ്ങനെ അയക്കുമ്പോൾ അവരോട് പറഞ്ഞു, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം, ദ ഹാർവസ്റ്റ് ഈസ് പ്ലെന്റി, പക്ഷേ വേലക്കാരോ ചുരുക്കം എന്ന ഒരു വലിയ കൺസേൺ ദൈവത്തിന്റെ ഒരു വലിയ ഹൃദയവേദനയായി കാണുന്നുണ്ട്. കാരണം ദൈവം നോക്കുമ്പോൾ ഈ ലോകം കൊയ്ത്തിന് പാകമായിരിക്കുന്നു എന്ന് പറയുകയാണ്. എന്നാൽ ഈ കാലഘട്ടത്തിലെ സഭയും അതിന്റെ നേതൃത്വവും അതിന്റെ ജനവും നോക്കുന്നത്, the world is filled with hatredness and hopelessness and heartlessness. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ what is the role of an evangelist, what is the role of a Christian, and what is the role of a church? ഈ സഭയുടെ ദൗത്യം എന്താണ് എന്ന് തിരിച്ചറിയുന്നൊരു സന്ദർഭമാണ്. അത്തരം ഒരു സാഹചര്യത്തിലാണ് നമ്മൾ വന്നു നിൽക്കുന്നത്. അവിടെയാണ് ഈ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ചില ചിന്തകൾ നമ്മൾ ഒരുമിച്ച് പങ്കിടുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ആരംഭിച്ചത് യേശുക്രിസ്തു ദേവാലയത്തിൽ ചെന്നു എന്ന് പറയുന്നത്. അവിടെ നിലവിലിരുന്ന ദേവാലയ സങ്കല്പങ്ങളെയെല്ലാം യേശുക്രിസ്തു കറക്റ്റ് ചെയ്യുകയാണ്, തെറ്റാണെന്ന് പറയുകയല്ല. ജീസസ് വാസ് correcting the concept and imagination of God's temple or sanctuary. Routine ബിസിനസ്സിലൊക്കെ ക്രിസ്തു ഇടപെടുന്നുവെന്നാണ് ഞാൻ പറഞ്ഞത്. ജീസസ് വാസ് ഇന്ററപ്റ്റിംഗ് ദ സ്മൂത്ത് ബിസിനസ് ഓഫ് ദി ടെമ്പിൾ ഓഫ് ഗോഡ്. അതിലൊക്കെ ദൈവം ഇടപെടുന്നു എന്നതാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന വിഷയം മറ്റൊരു തലത്തിലേക്കാണ്. കർത്താവിന്റെ ഇന്ററപ്ഷൻ. ജീസസ് വാസ് ഇന്ററപ്റ്റിംഗ് ഇൻ ഹ്യൂമൻ അഫയേഴ്സ്. മനുഷ്യന്റെ ജീവിത പ്രതിസന്ധികളിലും വേദനകളിലൊക്കെ ചെന്ന് ഇടപെടുകയാണ്, അങ്ങോട്ട് ചെന്ന് ഇടപെടുകയാണ്. നമ്മൾ ദൈവം ഇങ്ങോട്ട് വന്ന് നമ്മൾ സഹായിക്കണേ എന്ന് പറയുമ്പോൾ ഒരു സഹായം അഭ്യർത്ഥിക്കാതെ തന്നെ യേശു ചെന്ന് സൗഖ്യമാക്കുന്ന ഒരു സ്ഥലത്തിന്റെ ചിത്രമാണ് നമ്മൾ ഇപ്പോൾ വായിച്ച് കേട്ടത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുകയാണ്. നമ്മളെല്ലാം ഇന്ന് ഇത്രയും പേർ ഒരുമിച്ച് വന്നപ്പോൾ ഞാൻ പ്രാർത്ഥനയിൽ പറഞ്ഞു, വി ആർ ഇൻവൈറ്റഡ് ടു ദി ഫീസ്റ്റ് ഓഫ് അവർ ലോർഡ്. കർത്താവിന്റെ ഒരു വിരുന്നിലാണ് നമ്മൾ സംബന്ധിക്കുന്നത്. വിരുന്നത്, ഫീസ്റ്റ് എന്ന് പറയുന്നത് ഒത്തിരി അർത്ഥമുള്ളതാണ്. നമ്മുടെ വിശുദ്ധ മേശയെക്കുറിച്ച് പറയുന്നത്, വിശുദ്ധ കുർബാനയും ഇറ്റ്സ് എ ഫീസ്റ്റ്.
You are invited to partake in the feast of our Lord, or the supper. He was inviting us to come and join and enjoy the feast. ആ വിരുന്നിലേക്ക് വന്ന് പങ്കുചേരുവാനുള്ള ഒരു ക്ഷണമാണ്. അതുകൊണ്ടാണ് എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുകയാണ്. യോഗ്യതയുള്ളവരും ഇല്ലാത്തവരും എല്ലാവരെയും ഒരു മേശയ്ക്ക് ചുറ്റും ഇരുത്തുന്ന ഒരു വിരുന്ന് മേശ. ഇറസ്പെക്റ്റീവ് ഫോർ അവർ ക്വാളിറ്റി ഓർ ഡിസ്ക്വാളിറ്റി, വാട്ട് എവർ മേ ബി, ദൈവം നമ്മളെ എല്ലാവരെയും ആ മേശയ്ക്ക് ചുറ്റും ഇരുത്തുകയാണ്. അവനൊരു വിരുന്ന് ഒരുക്കുകയാണ് ചെയ്യുന്നത്. ആ വിരുന്ന് മേശയ്ക്ക് ചുറ്റും ഇരിക്കുവാൻ വി ഹാവ് ടു ഇൻട്രോസ്പെക്ട് അവർസെൽഫ്. നമ്മെ തന്നെ ഒന്ന് ചോദിക്കുക, ആം ഐ ദ റൈറ്റ് പേഴ്സൺ ടു ബി എ പാർട്ടേക്കർ ഓഫ് ഹോളി ടേബിൾ ഓഫ് അവർ ലോർഡ്? അവൻ്റെ മേശയിൽ ചുറ്റും ഇരുന്ന് അവൻ നമുക്കായി തരുന്ന ആഹരിക്കുവാനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്നത് പരിശോധിക്കണം. ദൈവവചനം കേൾക്കുന്നത് വിരുന്നാണെന്ന് ഞാൻ പറയുകയാണ്. നമുക്കറിയാം, ആ വിരുന്നിലേക്ക് ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ്. ആ വിരുന്ന് ആസ്വദിക്കുവാൻ ചിലർക്ക് കഴിയും. ചിലര് എത്ര ഭക്ഷണം കഴിച്ചാലും അതിലൊരു ആസ്വാദനമില്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ആ സാറ്റിസ്ഫാക്ഷൻ നമുക്കുണ്ടാകണമെന്നുണ്ടെങ്കിൽ that all depends upon our mindset, because our mind might have been blocked with a lot of prejudices. ഒത്തിരി മുൻവിധികളോടുകൂടെയാണ് നമ്മൾ ചിലരുടെ വിരുന്നിലൊക്കെ പങ്കെടുക്കുന്നത്. അവൻ്റെ ഭക്ഷണമല്ലേ, അതങ്ങനെ വരികയുള്ളൂ. അപ്പോൾ നമ്മളുടെ പ്രിജുഡിസാണ്. എന്നാൽ കർത്താവിൻ്റെ മേശയിൽ സംബന്ധിക്കുവാൻ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ, ഞാൻ മേശ എന്ന് പറയുമ്പോൾ ആഹാരം, ഭക്ഷണം എന്നൊക്കെ പറയുമ്പോൾ വചനം ഒരു വിരുന്നാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ആ വിരുന്നിൻ്റെ കൂടാരത്തിലേക്ക് നമ്മൾ വിളിക്കുന്നത്, ഇതിന് ആർക്കും വന്നു ചേരാം എന്നുള്ളതാണ്. There is no limitations, there is no hindrances, there is no hurdles to partake in the feast of word. കർത്താവിൻ്റെ വചനത്തിന് മുമ്പിൽ ഇരിക്കുവാൻ ആർക്കും തടസ്സമില്ല, എല്ലാവർക്കും വരാൻ. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ദാഹിക്കുന്ന ഏവനും വരിക, വന്ന് ആഹരിക്കുക. ദാഹിക്കുന്നവന്, അത് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ കിണറിന്റെ, അതായത് യാക്കോബിന്റെ കിണറിന്റെ അരികിൽ ഒരു സ്ത്രീയെ കണ്ടുമുട്ടുന്നുണ്ട്. നല്ല നറേഷനാണ്. ഇതിന്റെ ഒരു ഡെവലപ്മെന്റ് നമ്മൾ പഠിക്കണം. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ വളരെ ഗംഭീരമായിട്ടുള്ള ഡെവലപ്മെന്റ് ആണ്. There we see that a journey in Jesus, the church is not a monument, but it is like a pilgrim. എപ്പോഴും ഒരു തീർത്ഥാടകന്റെ മനസ്സാണ് ക്രിസ്തുവിന്. സഭ ഒരു സ്റ്റക്കായി നിൽക്കുന്ന ഒരു സ്ഥാപനമല്ല എന്നത് നമ്മൾ ഓർക്കണം. ഞാൻ അതിലേക്ക് വരും. അതിനു മുൻപായി ഇത് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഒരു വിരുന്ന് മേശയിലേക്ക് വരികയാണ്. നിങ്ങളെ എല്ലാവരെയും ഞാനൊരു കുളത്തിൻ്റെ കരയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു കുളക്കരയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മൾ ഓരോ ഇടങ്ങളുണ്ട്, ഓരോ സ്പേസ് ഉണ്ട്, നമ്മൾ ഓരോ ഇരിക്കുന്ന ഇടങ്ങൾ. നമ്മളിപ്പോൾ ദൈവവചനം കേൾക്കാൻ ഇരിക്കുമ്പോൾ നമ്മൾ തന്നെ ഇരിക്കുന്ന സ്ഥലമല്ല പ്രധാനം. നമ്മളെ തന്നെ ഒന്ന് റീസെറ്റ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. ഡിലീറ്റ് ചെയ്യേണ്ടതൊക്കെ ഡിലീറ്റ് ചെയ്യപ്പെടുകയും റീസെറ്റ് ചെയ്യപ്പെടേണ്ടത് റീസെറ്റ് ചെയ്യുകയും ചെയ്യണം. ചിലരൊക്കെ നമ്മുടെ മൊബൈൽ ഉപയോഗിക്കുന്നവരാണല്ലോ. ചിലപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പം പറയും, ഇതാണ്ട് സ്റ്റക്കായിരിക്കുന്നു. അപ്പം നമുക്കിത് ഈ സ്റ്റക്കായിരിക്കുന്ന സാധനം എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ ഉടനെ നമ്മൾ ആരുടെ അടുത്ത് ചെല്ലും? മക്കളോട്, മോനെ എടാ ഞാനിത് നോക്കിയിട്ട് ശരിയാകുന്നില്ല, അതുകൊണ്ട് എന്ത് ചെയ്യും? അവൻ പറയും, അമ്മ റീബൂട്ട് ചെയ്യുക. ഇതങ്ങ് റീബൂട്ട് ചെയ്യണം. എന്ത് ചെയ്യണം? ഓഫ് ചെയ്യാന്നല്ല, തന്നെ റീബൂട്ട് ചെയ്യണം. അങ്ങനെ റീബൂട്ട് ചെയ്യുമ്പോൾ ഈ സ്റ്റക്കായിരിക്കാൻ, നമ്മുടെ മനസ്സിൽ സ്റ്റക്കായിരുന്നതെല്ലാം അങ്ങ് മാറിയച്ച് വീണ്ടും ആരംഭിക്കുകയാണ്. ഒരു ബ്ലാങ്കായിട്ട് നമ്മുടെ മനസ്സിലൊരു പുതിയ ആരംഭത്തിന്. അതിനാണ് കൺവെൻഷൻ. നമ്മുടെ എല്ലാ മുൻകാല പ്രിജുഡിസിനെയൊക്കെ മാറ്റി നമ്മളൊരു പുതിയ മനസ്സിലേക്ക്, പുതിയ ഒരു പ്രത്യേക രീതിയിൽ ഇതിനെ ഉൾക്കൊള്ളുവാനായിട്ട് ശ്രമിക്കുകയാണ്. അതുകൊണ്ട് വാട്ട് ഈസ് ദ കൺവെൻഷൻ ഈസ് മെൻ ഫോർ, വൈ വി ഹാവ് അസംബിൾഡ് ഇൻ ദ ചർച്ച്. ഞാൻ കഴിഞ്ഞ പല കൺവെൻഷനുകൾ ഈ അടുത്ത സമയത്ത് പറഞ്ഞെടുത്തൊക്കെ പറഞ്ഞ 3 കാര്യങ്ങൾക്കാണ് ഈ കൺവെൻഷൻ. ഒന്ന്, മിനിമൈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യു ആൻഡ് യുവർ ഗാഡ്. നീയും നിന്റെ ദൈവവും തമ്മിലുള്ള അകലം പരമാവധി കുറച്ചെടുക്കുക. അല്ലേ? നമ്മളും ദൈവവും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തുമാത്രമുണ്ടെന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് മാത്രമാണ്. ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള അകലം. So the convention is meant for why we are spending the very valued time of our life. In the evening time, traveled a lot
10ഉം 50ഉം മൈലുകൾക്കപ്പുറത്ത് നിന്ന് യാത്ര ചെയ്ത് വന്നിരിക്കുന്ന നിങ്ങളുടെ മുന്നിൽ ഈ കൺവെൻഷനിലൂടെ ആഗ്രഹിക്കുന്ന ഒന്നാമത്തത്, ടു മിനിമൈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യു ആൻഡ് യുവർ ഗോഡ്. ദ സെക്കൻഡ് തിങ്, the purpose of this convention, I meant that maximize the distance between you and the evil. തിന്മയും നിങ്ങളും തമ്മിലുള്ള അകലം പരമാവധി വർദ്ധിപ്പിക്കുക, തെറ്റിപ്പോകരുത്. മാക്സിമൈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യു ആൻഡ് ഈവിൾ. പാപത്തോട് പരമാവധി എന്ന് ഞാൻ പറഞ്ഞാൽ നമുക്ക് പൂർണ്ണമായി അതിൽ നിന്ന് മോചനം നേടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ആഗ്രഹിക്കാത്ത തിന്മ ഞാൻ അറിയാതെ ചെയ്തു പോകുന്നു. അതുകൊണ്ട് മനഃപൂർവ്വമല്ല. അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ ദൈവവചനത്തിന്റെ കേൾവിയിലൂടെ വി ആർ ഗോയിങ് ടു മാക്സിമൈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഈവിൾ ആൻഡ് മൈസെൽഫ്. ഞാനും തിന്മയും തമ്മിലുള്ള അകലം വർദ്ധിപ്പിച്ചെടുക്കുകയാണ്. മൂന്നാമതായി, ഒപ്റ്റിമൈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യു ആൻഡ് യുവർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. നീയും നിന്റെ സഹോദരങ്ങളും തമ്മിലുള്ള അകലം പരമാവധി ചേർത്ത് ഒരുമിച്ച് കൊണ്ടുവരുന്നതാണ്. ഈ പ്രസംഗം കൺവെൻഷനൊക്കെ കഴിയുമ്പോൾ, കഴിഞ്ഞ നാളുകളിലൊക്കെ ഉണ്ടായിരുന്ന നമ്മളുടെ സഹോദരങ്ങളെന്ന് പറഞ്ഞ വിശ്വാസ സമൂഹവുമായിട്ടുള്ള അകലം കുറച്ചെടുക്കണം, പരമാവധി ചേർത്ത് വയ്ക്കണം എന്നതാണ്. സോ ഒരു 3 ലക്ഷ്യങ്ങൾ സ്ഥാപിക്കണം എന്നതാണ്. ആ ലക്ഷ്യങ്ങളിലേക്കാണ് ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ഇടയിലേക്ക് പെയ്തിറങ്ങുന്നത്. അങ്ങനെ പെയ്തിറങ്ങുന്ന ദൈവവചനത്തിലൂടെ നമ്മുടെ മനസ്സിലൊരു പുതിയ ഒരു വയൽ പ്രദേശത്തെ ഒരുക്കി, നല്ല വിത്ത് ദൈവത്തിൻ്റെ വചനം വീണ് കിളിർത്ത് വളർന്ന് ഫലത്തിലേക്ക് വരുന്ന ഒരു അനുഭവത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. നമ്മൾ ജീവനച്ചൻ പാടിയൊരു പാട്ട് നമ്മൾ എത്രമാത്രം അതിൽ ആസ്വദിച്ചോ എന്നെനിക്ക് സംശയമുണ്ട്. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ട് ഭയപ്പെടരുത്. 1985 ഞാൻ വൈദികനായത്, 85. ആദ്യത്തെ പോസ്റ്റിംഗ് കേരളത്തിന് പുറത്ത് ഒരു തുറമുഖ പട്ടണത്തിൽ എന്നെ നിയോഗിച്ചു. അവിടെ ഞാൻ ചെന്ന ആദ്യത്തെ വർഷം, ആ പള്ളി ഒരു ചെറിയ പള്ളിയാണ്, മനോഹരമായ ഒരു പള്ളി, നല്ല മനുഷ്യർ. അവരുടെ ഇടയിലേക്ക് ഒരു ബ്രാൻഡ് ന്യൂ അച്ഛൻ. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ എൻ്റെ ശാരീരിക ശേഷി പട്ടമൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഈ ഗേർഡിലൊക്കെ കെട്ടിയാൽ തന്നെ എവിടിട്ട് കെട്ടിയെന്നുള്ള കാര്യം ഞാൻ വളരെ സൂക്ഷിച്ചു നോക്കിയാലേ അറിയുള്ളൂ. അത്തരം വിധത്തിൽ സ്കെലിറ്റനായിരുന്ന ഞാൻ ആ പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ, ട്രെയിനിൽ ചെന്നിറങ്ങുമ്പോൾ ഒരു സഹോദരൻ, അപ്പോൾ ഞാൻ കുപ്പായമൊക്കെ അവിടെ ഇറങ്ങുമ്പോൾ ഇടാം എന്ന് വിചാരിച്ചൊക്കെ പെട്ടി വെച്ചതാണ്. ട്രെയിൻ ചെന്ന് സ്റ്റേഷനിൽ ഇറങ്ങി 2 മിനിറ്റ് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് എവിടായി എന്ന്. അടുത്തിരുന്ന ആൾ ഇത് ഇന്ന സ്ഥലത്ത് വന്നു. അപ്പോൾ ഞാൻ ചാടിപ്പിടിച്ച് കുപ്പായം ഇടാൻ നേരം കിട്ടില്ല. ഞാൻ ഇറങ്ങി വെളിയിലോട്ട് വന്നപ്പോൾ കുറേ ആളുകളെ കൂടി അവർ അച്ഛനെ തിരക്കുകയാണ്. അവർ നോക്കുമ്പോൾ കുപ്പായമൊക്കെ അവർ നേരത്തെ പറഞ്ഞിരുന്നു, അച്ഛൻ കുപ്പായം ഇട്ട് പറഞ്ഞ് ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കൂട്ടം ആളുകൾ മാർത്തോമക്കാരായിരിക്കണം അവിടെ കൂടിയിരിക്കും. മാർത്തോമക്കാരെ കാണുമ്പോൾ ഒരുമാതിരി കാണുമ്പോൾ അറിയാൻ പറ്റും. അവരുടെ നടപ്പും രീതികളും പെരുമാറ്റമൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുമാതിരി മനസ്സിലാക്കും. അപ്പോൾ എനിക്ക് തോന്നി ഇവരൊരു 10-15 പേർ അവിടെ നിൽപ്പുണ്ട്. ഞാൻ അവരുടെ അടുത്ത് നിന്ന് ചോദിച്ചു, ആരെയാണ് അന്വേഷിക്കുന്നത്? അപ്പോൾ അവിടുത്തെ അതിലൊരു പുള്ളി പറഞ്ഞു, ഞങ്ങളുടെ ഒരു അച്ഛൻ ഈ ട്രെയിനിൽ വരുമെന്ന് പറഞ്ഞാൽ ട്രെയിൻ പോകാറായി, പുള്ളിയെ കാണുന്നില്ല. ഞാൻ പറഞ്ഞാൽ നമുക്ക് പോകാം. ചോദിച്ചു, നിങ്ങളാരാ? ഞാൻ പറഞ്ഞു, ഇതാണ് അച്ഛൻ. അപ്പോൾ അവരുടെ സങ്കല്പത്തിലിരുന്ന ഒരച്ഛൻ ഒരുമാതിരി ആരോഗ്യമൊക്കെ ഉള്ള, നല്ല തടിമെടുക്കിന്, സ്വല്പം വയറും കുറച്ച് കവിളും, നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യനായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഇത്രയും ആരോഗ്യഹീനനായ ഒരാളിനെയാണോ അവർ കിട്ടിയത്? അപ്പോൾ ഒരു പുള്ളി അപ്പുറത്ത് നിന്നുകൊണ്ടൊരു കമൻ്റ് അടിച്ചത്. നമ്മുടെ ആളുകൾ കമൻ്റ് അടിക്കുന്നതിൽ മോശമല്ലല്ലോ. ഞങ്ങളുടെ ചെവി നാനാവഴിക്കും പോകും, നല്ല ചെറുപ്രായമാണെങ്കിൽ നല്ല കേൾവിയുമാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഈ പുള്ളി എങ്ങനെ ഇതൊക്കെ കൈകാര്യം ചെയ്യും നമ്മളെ എന്ന് പറഞ്ഞാണ്, കേട്ടാണ് ഞാൻ ആ പള്ളിയിലോട്ട് കയറുന്നത്. എനിവേ നല്ല സന്തോഷമായിരുന്നു. ആ പള്ളിയിലോട്ട് ചെന്നു. ആദ്യത്തെ വർഷം എല്ലാ വർഷവും ആ പള്ളിക്കൊരു പിക്നിക്കുണ്ട്. ആ പിക്നിക്ക് പോകുമ്പോൾ നല്ല രസം, എല്ലാവരും പോകും, ആസ്വദിക്കുക. ഒരു ചെറിയ പാരിഷ് ആയതുകൊണ്ട്. അപ്പോൾ കമ്മിറ്റിയൊക്കെ കൂട്ടിയിട്ട് പറഞ്ഞ് നമുക്ക് പിക്നിക്കിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്ന സമയമാണ്. അതിനിടയിൽ ഞാൻ വീടുകളെല്ലാം സന്ദർശിച്ച് കഴിഞ്ഞു, സമയം എടുത്ത് സന്ദർശനം കഴിഞ്ഞു.
അപ്പോൾ അതിൽ അധികം പള്ളിയിൽ വരാത്ത ഒരു സ്നേഹിതനെ കണ്ടു. അദ്ദേഹം ഉന്നത ഉദ്യോഗസ്ഥനാണ്, അവിടുത്തെ പോർട്ട് ട്രസ്റ്റ് നേവൽ ഡോക്കിയാർഡിൻ്റെ ക്യാപ്റ്റനാണ്. ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. എൻ്റെ മനസ്സിൽ ആശയം തോന്നി, ഈ പ്രാവശ്യത്തെ പിക്നിക്ക് സാറേ, വൈ ഡോണ്ട് വി അറേഞ്ച് ദ പിക്നിക്കിനെ ഒരു കപ്പലിൽ നമുക്ക് കടലിലോട്ടങ്ങ് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, യെസ് അച്ഛൻ, യു പ്ലാൻ ഇറ്റ്, ഐ വിൽ അറേഞ്ച് ഓൾ ദി ലോജിസ്റ്റിക് ആൻഡ് എവറിത്തിങ്. അപ്പം എനിക്കത് നന്നായിട്ട് തോന്നി. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് കമ്മിറ്റിയിൽ ഞാൻ പറഞ്ഞു, ഈ പ്രാവശ്യത്തെ പിക്നിക്ക് നമ്മൾ വെള്ളത്തിലാണെന്ന് പറഞ്ഞു. രണ്ടർത്ഥമുണ്ട് അതിന്, അല്ലേ? അപ്പോൾ ഒരു കമ്മിറ്റിക്കാരൻ പറഞ്ഞു, ഞങ്ങൾ പല വർഷങ്ങളിലൂടെ പിക്നിക്ക് നടത്തുന്നുണ്ട്, അച്ഛനത് വെള്ളത്തിലാക്കാനൊന്നും നോക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമ്മൾ ഈ പ്രാവശ്യത്തെ പിക്നിക്ക് കടലിലാണ് എന്ന് പറഞ്ഞു. അതെങ്ങനെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നമ്മുടെ ഒരു സ്നേഹിതൻ നമുക്കെല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. 300 പേർക്ക് കയറി സുഖമായി സഞ്ചരിക്കാവുന്ന ഒരു വെസൽ വിത്ത് ഓൾ അറേഞ്ച്മെന്റ്സ്, മുങ്ങൽ വിദഗ്ധരുൾപ്പെടെയുള്ള ഒരു മനോഹരമായ വെസൽ നമുക്കൊരുക്കിയിട്ടുണ്ട്. എല്ലാം തീരുമാനിച്ചു. വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകുകയാണ്. പോകേണ്ട സമയമൊക്കെയായി. ഒരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞു, ഈ പ്രാവശ്യത്തെ പിക്നിക്കിന് 5 പൈസയുടെ ചെലവില്ല. ഫ്രീ എന്നൂടെ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷം വർദ്ധിക്കും, അല്ലേ? കൊളസ്ട്രോൾ ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം കൂടുമോ കുറയുമോ? നിങ്ങൾ അച്ഛൻ എന്താ മനസ്സിലിരിക്കുന്നതെന്നുള്ളത്. ഒരുത്തന് അറബി വായിക്കാൻ അറിയാൻ പാടില്ലാത്ത ഒരുത്തൻ സൗദി അറേബ്യ ചെന്നപ്പോൾ, അവനെ ഷോപ്പിങ്ങിന് ചെന്നപ്പോഴാണ് ഒരു സാധനത്തിന് ഈ കൊളസ്ട്രോൾ ഫ്രീ എന്നുള്ളത് കണ്ടു. ഫ്രീയെ പുള്ളിക്ക് വായിക്കാൻ പറ്റുള്ളൂ ഇംഗ്ലീഷിൽ, ബാക്കി അറബി ഭാഷയായതുകൊണ്ട് പുള്ളിക്ക് പിടികിട്ടിയില്ല. പുള്ളി സാധനമൊക്കെ എടുത്തിട്ട് പറഞ്ഞു, അതിൻ്റെ ഫ്രീ സാധനം കൂടി ഇങ്ങ് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞത്, ഫ്രീ അല്ലല്ലോ, ഇത് കൊളസ്ട്രോൾ ഫ്രീ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അറിവില്ലായ്മ കൊണ്ട് എന്തെല്ലാം അബദ്ധങ്ങൾ കാണിച്ചിട്ടുള്ളവരാണ് നമ്മളെന്നുള്ളത് പലപ്പോഴും അറിയാം. എനിവേ, ഞാൻ പറഞ്ഞത് ഫ്രീ ആണ്, ആരും 5 പൈസയും കൊടുക്കണ്ട. അപ്പോൾ സന്തോഷം. 220-ലധികം ആളുകൾ. ഞാൻ കുപ്പായൊക്കെ ഇട്ട് എൻ്റെ ആദ്യത്തെ വെഞ്ചറാണ് കേട്ടോ, സർവീസ് പ്രവർത്തനം തുടങ്ങുമ്പോൾ ഏറ്റവും മുന്നേ കയറി ഇങ്ങനെ നിൽക്കുകയാണ്, ആളുകളെ എണ്ണിക്കയറ്റുകയാണ്. സെക്യൂരിറ്റിയൊക്കെ ഉണ്ട്. സെക്യൂരിറ്റി ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് എല്ലാവരെയും ഇതിനകത്ത് കയറ്റി. ലാസ്റ്റിൽ ഞാനും കയറി പ്രാർത്ഥന തുടങ്ങി. അപ്പോൾ കപ്പലിലും വള്ളത്തിലും ബോട്ടിലും ഒക്കെ നമ്മൾ ഓരോ വാഹനത്തിൽ കയറുമ്പം അതിന് പറ്റിയ പാട്ടുകൾ ഓരോ സഹോദരന്മാരുണ്ടാക്കിയിട്ടുണ്ട് ഓരോ കാലഘട്ടത്തിൽ, അതിനനുസരിച്ച് പാടും. അപ്പോൾ ഇതിൽ കയറി അങ്ങോട്ടിരുന്നപ്പോൾ നമുക്ക് പാട്ട് പാടി പ്രാർത്ഥിച്ച് യാത്ര തുടങ്ങാം എന്ന് പറഞ്ഞപ്പോൾ പാടിയ പാട്ടാണ്. ഉടനെ ഒരു ഇടവ് മിഷൻ അച്ചാൻ കയറി ഈ പാട്ടെ കയറി പിടിച്ചു. ഏതാ? അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അപ്പൊ എല്ലാവരും കൂടെ ചേർന്നാ പാടുന്നത്. നിങ്ങൾ പാടുന്നൊന്നും അല്ല കേട്ടോ. നമുക്കെന്നാ ആദ്യം കുളക്കരയിൽ പോകുന്നതിന് മുമ്പ് ഈ കപ്പലിലോട്ടൊന്ന് കയറാം. എന്താ? ഒന്ന് കയറിയാൽ ഈ പാട്ടൊന്ന് പാടണം, കൈയടിച്ച് പാടണം കേട്ടോ. ഈ താളമിടണ്ട കേട്ടോ, ഋതം ഇടാതെ ഇവരുടെ കൂട്ടത്തിൽ കയറി പാടുക. അപ്പോൾ കൈയടിക്കുമ്പോൾ സ്വല്പം തെറ്റിയാലും ആരും അറിയത്തില്ല, മനസ്സിലായോ? അപ്പോൾ നമ്മൾ കൈയടിച്ച് ഒന്ന് പാടാനായിട്ട് തുടങ്ങിയാണ്. ഉറക്കെ പാടണം. നമ്മൾ എവിടെയായിരിക്കുന്ന അറിയാമോ? പള്ളിക്കകത്തല്ല, വി ആർ ഇൻ ദ ഷിപ്പ്, അതിനകത്തുള്ളിലിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പാട്ട് പാടാൻ തുടങ്ങി. നമുക്ക് തുടങ്ങാം. എന്താ? അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ. അക്കരയ്ക്കു യാത്ര ചെയ്യും കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും ഞാൻ പറഞ്ഞു, നിർത്താൻ പറഞ്ഞു. അവർ നിർത്തി, പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ്
യാത്ര തുടങ്ങാൻ പോകുമ്പോൾ അടുത്ത ചരണം എല്ലാവരുടെ സേവ്യാ സംഘക്കാരും ഉണ്ടായിരുന്നു അതിനകത്ത്. അവരും അതിൽ കയറി. ഇപ്പോൾ ഇവിടെ ഇടവ മിഷനുണ്ട്, സേവ്യാ സംഘത്തിലോട്ട് പോവുക. അപ്പോൾ സേവ്യാ സംഘക്കാരോട് അവർ ഉടനെ പാടി ഒരു അമ്മ പാട്ട് തുടങ്ങി. വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ തണ്ടു വലിച്ചു നീ, അർത്ഥത്തോടെ പാടണം. വിശ്വാസമാം തണ്ടു വലിച്ചു നീ ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. ഞാൻ പറഞ്ഞു നിർത്താം. അപ്പോഴത്തേക്കും ഈ ഷിപ്പ് അവിടെ നിന്ന് മൂവ് ചെയ്യുകയാണ്. ചെറുകെ നനങ്ങി ഒരു സൈറൻ കേട്ടു, മുമ്പോട്ട് പോയി. എല്ലാവർക്കും സന്തോഷം. അതിനകത്ത് സൗജന്യമായി ഭക്ഷണം, സ്നാക്സ്, പല ഡെക്കിലോട്ട് കയറി ഇറങ്ങാൻ എല്ലാ സംവിധാനങ്ങൾ, എല്ലാവരും ആസ്വദിക്കുകയാണ് ആ യാത്ര. എനിക്ക് ഭയങ്കര സന്തോഷം, വലിയൊരു ആത്മാഭിമാനം ഉണ്ടാകുന്നൊരു നിമിഷമായിരുന്നു. എൻ്റെ ആദ്യത്തെ പരിപാടി തന്നെ കലക്കാൻ പോവുകയാണല്ലോ എന്ന് വളരെ അനുഭവത്തോടെ എല്ലാവരുടെയും ചിലരൊക്കെ നടത്തിയെന്ന് ചോദിച്ചു. യേശുവിൻ്റെ അമ്മ മറിയ ഈ കാനാവിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞിൽ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ അമ്മയെക്കുറിച്ച് പിന്നെ അവിടെ പറയുന്നില്ല. എന്നാൽ ഞങ്ങൾ അച്ഛന്മാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചോദിച്ചു, എങ്ങനെയുണ്ട് ആൻറ്റി, നന്നായിരിക്കുന്നോ, എങ്ങനെയുണ്ട് യാത്ര? നന്നായിരിക്കുന്നു, നല്ലതാച്ചു. എല്ലാവർക്കും ഇഷ്ടം. കാരണം 2-3 കാരണങ്ങൾ, എല്ലാ ഫെസിലിറ്റീസും അവിടെ ഉണ്ട്. അല്പം കഴിഞ്ഞ് ഇത് മുമ്പോട്ട് പോയി ഒന്ന് ഒലഞ്ഞൊലഞ്ഞ് അത് അവിടെ അങ്ങ് നിന്ന് കഴിഞ്ഞിട്ട് പോയതുപോലെ ആ സാധനം തിരിച്ച് പുറകോട്ട് വന്നപ്പോൾ പാടിക്കൊണ്ട് ഞാൻ പറഞ്ഞു, നമുക്ക് അടുത്ത ഒരു ചരണം അവിടെ പാടിയാലോ? പൊരുത്തൻ ചോദിച്ചു, എന്താ വെച്ചോ അങ്ങോട്ട് പോയിട്ട് ഇനി തിരിച്ചു പോന്നേ? ഇത് ചെറിയ സംശയം. ഞാൻ പറയും, എനിക്കറിയത്തില്ല, നമുക്ക് അടുത്തൊരു ചരണോടെ പാടാൻ ചിലപ്പോൾ ഇത് നീങ്ങി പോയാലോ? നമ്മുടെ പാട്ടിൻ്റെ കുറവ് കൊണ്ടാണോ ബലം കൊണ്ടാണോ? ഏതായാലും ആരും അങ്ങോട്ട് ധൈര്യപ്പെടുന്നില്ല. നിങ്ങൾക്ക് പാടാൻ തോന്നുന്നോ? നിങ്ങൾ വള്ളത്തിലല്ലാത്തതുകൊണ്ട്, അധികം സമയമില്ലാത്തതുകൊണ്ട് നമുക്കിനി തൽക്കാലം അവിടെ വെച്ച് അവസാനിപ്പിച്ച് പോകാം. അപ്പോൾ ഇത് അടുത്ത ചരണം ഞാൻ നമുക്ക് പാടാം. ഒരു ചരണം കൂടെയൊക്കെ പാടാൻ തുടങ്ങി. പക്ഷേ ആദ്യത്തെ ആവേശമൊന്നും കണ്ടില്ല. വീണ്ടും ഇതൊന്നുകൂടെ കുലുങ്ങി മുമ്പോട്ട് പോയി, അതുപോലെ തിരിച്ചു വന്നു. അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോന്നു. ഉടനെ ഒരുത്തനപ്പുറത്തിരുന്നുകൊണ്ട് പറയുക, എനിക്ക് അന്നേരേ തോന്നി ഫ്രീ ആന്ന് പറഞ്ഞപ്പോൾ ഇതെൻ്റെ തല്ലിപ്പൊളി വണ്ടിയാണ്. നമ്മുടെ വാർത്തമാക്കാർ കുറഞ്ഞ പാർട്ടികളാണ്. വലിയ ആത്മാഭിമാനത്തോടെ തുടങ്ങിയൊരു പരിപാടിയാണ് ഇത്. 2 പ്രാവശ്യമെങ്കിലും മുമ്പോട്ട് പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക് കമൻറ്റുകൾ വന്നു തുടങ്ങി, ഇത് കുഴപ്പത്തിലാവോ? ഉടനെ ഒരുത്തൻ എന്നോട് ചോദിച്ചു, അച്ചോ എന്താ പറ്റി, ഇതങ്ങോട്ട് പോകുന്നു ഇങ്ങനെ കാര്യം? എനിക്കും പ്രശ്നമായി. ഞാൻ പറഞ്ഞു, എന്താണെന്ന് എനിക്കും അറിയത്തില്ല. ഉടനെ ഞാൻ അന്വേഷിച്ചു, ക്യാപ്റ്റൻ അദ്ദേഹം ഇതിനകത്തുണ്ട്. ഞാൻ ആ മുങ്ങൽ വിദഗ്ധൻ അടിച്ചു, വെർ ഈസ് എ ക്യാപ്റ്റൻ? പറഞ്ഞു, ഹീ ഈസ് ഇൻ ദ ക്യാബിൻ എന്ന് പറഞ്ഞു. അങ്ങ് മുകളിലത്തെ നിലയിലെ ക്യാബിനാണ്. ഞാൻ തിരക്ക് പിടിച്ച് കുപ്പായൊക്കെ ചുരുട്ടി പിടിച്ച് ചാടി പിടിച്ച് നേരെ ഈ ക്യാബിനിൽ ചെന്നപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ സാറും ഇതിൻ്റെ ഇത് ഓടിക്കുന്ന ആളും എല്ലാം വളരെ റിലാക്സ്ഡ് ആയിട്ടിരുന്ന അവർ തമാശയൊക്കെ പറഞ്ഞു. എൻ്റെ വയറ്റിൽ തീ കത്തുക. കാരണം പല ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടവനാണ്. എൻ്റെ വിചാരം ഞാനാണ് ഇത് നയിക്കുന്നത് എന്നുള്ളൊരു ചിന്ത വന്നു. ഞാൻ ചോദിച്ചു, സാർ എന്താ പറ്റി, ഇത് അങ്ങോട്ട് പോയിട്ട് തിരിച്ചൊക്കെ വരുന്നു? ഓ നത്തിങ് അച്ഛൻ, ഒന്നുമില്ല. ഞാൻ പറഞ്ഞു, എന്നോട് ആരോടൊക്കെ ചോദിക്കുന്നു. ടെൽ ദം വി ആർ വെയിറ്റിംഗ് ഫോർ ദ സിഗ്നൽ ഫ്രം ദി കൺട്രോളിംഗ് സ്റ്റേഷൻ. അപ്പോൾ അതുവരെ അവർ പറഞ്ഞു, ജസ്റ്റ് വി ആർ ട്രൈങ് ടു റോക്ക്. നിങ്ങളെ ഒന്ന് വെറുതെ ഇരുത്തി മുഷിപ്പിക്കണ്ടെന്ന് വിചാരിച്ച് പതുക്കെ ഒന്ന് റോക്ക് ചെയ്തതേ ഉള്ളൂ. ബട്ട് വി ഹാവ് ടു ഗെറ്റ് ദി ഫൈനൽ ഗ്രീൻ സിഗ്നൽ ഫ്രം ദി കൺട്രോളിംഗ് സ്റ്റേഷൻ. പ്രൈസ് ദ ലോർഡ്. നിന്റെ ജീവിതത്തിൻ്റെ കപ്പലിൻ്റെ ചുവട് നങ്കൂരമെടുത്ത് മുൻപോട്ട് ചലിക്കണമെന്നുണ്ടെങ്കിൽ you have to get the final signal from the one who is the controlling your life. അന്ന് ഞാൻ പഠിച്ച ഒരു കാര്യമാണ്.
നിനക്ക് ഓരോ സംരംഭങ്ങളും നീ ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ മുകളിൽ ഒരു കൺട്രോളിംഗ് സ്റ്റേഷൻ ഉണ്ട്. അവിടുന്ന് ഒരു സിഗ്നൽ നമുക്ക് തരും. യെസ്, ഗോ എന്ന് പറയുമ്പോൾ മാത്രമേ, നീ ക്യാപ്റ്റൻ അല്ല, ഇതിന്റെ മുഴുവൻ അധികാരിയാണെങ്കിൽ പോലും നിന്റെ കപ്പൽ ആ കാണുന്ന ബാരിയറിനപ്പുറത്തേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ you need to get the green signal from the controlling station. ദൈവത്തിന്റെ അനുവാദമില്ലാതെ, ദൈവത്തിന്റെ ഗ്രീൻ സിഗ്നൽ നിനക്ക് കിട്ടാതെ നിന്റെ ജീവിതത്തിന്റെ നൗക അതിന്റെ നങ്കൂരമെടുത്ത ഒരു ചുവട് പോലും മുൻപോട്ട് പോകാൻ നിനക്ക് അനുവാദമില്ല. അങ്ങനെ പോയാൽ നിന്റെ നൗകയുടെ നിയന്ത്രണം നീ തന്നെ ഏറ്റെടുത്താൽ അപകടത്തിൽ പതിക്കും എന്നത് ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് കുളക്കരയിലേക്ക് മടങ്ങി വരാം. ഇവിടെ നാം വായിച്ച യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ബെഥെസ്ദ എന്ന ഒരു കുളക്കരയെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. അതിൻ്റെ ശേഷം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ഞാൻ അധികം ഇൻട്രൊഡക്ഷനിലേക്ക് ഇനി പോകുന്നില്ല. ആ ബെഥെസ്ദ കുളക്കരയിലേക്ക് നമ്മൾ യേശു അവിടെ ചെല്ലുക, അവിടെ തുടങ്ങുന്നു. അതിൻ്റെ ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി. ജെറുസലേം ഈസ് ദ സെന്റർ ഓഫ് ഫെയ്ത്ത്. എല്ലാ വിശ്വാസത്തിനെയും കേന്ദ്രം ഉറവിടമാണ് ജെറുസലേം, വേർ ദ ടെമ്പിൾ ഓഫ് ഗോഡ് എക്സിസ്റ്റ്. ദൈവത്തിന്റെ നഗരം എന്നാണ് ജെറുസലേമിനെ വിശ്വസിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരനെല്ലാം പറയുന്നത്, വരുവിൻ നമുക്ക് സിയോനിലേക്ക് പോകാം എന്നാണ്. 84-ാം സങ്കീർത്തനത്തിൽ പറയുകയാണ്, സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. ആ നിവാസത്തിലേക്ക് യാത്ര പോകണം. പള്ളിയിലേക്ക് പോകുക എന്ന് പറയുന്നതിന് ഒരാവേശം നമുക്കുണ്ടാകണം. രാവിലെ പള്ളിയിൽ പോകാമെന്ന് പറഞ്ഞ് നമ്മൾ പിള്ളേരെ തട്ടി ഉണർത്തും. അവൻ അങ്ങോട്ട് തിരിഞ്ഞു കിടക്കും, ഇങ്ങോട്ട് കിടക്കും. നമ്മൾ രാവിലെ എഴുതുകയാണ്. ഒരു ദിവസം ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, get up, we have to go to the church. അപ്പോൾ അയാൾ പറഞ്ഞു, no, I don't want to go today. Why? വളരെ ബോറിംഗ് ആയ പ്രസംഗം, മൊണോട്ടണസ് ആണ്, റെപ്പറ്റീഷൻ. അപ്പോൾ ഈ ഭാര്യ പറഞ്ഞു, റിമെമ്പർ ദാറ്റ് യു ആർ ദ പാസ്റ്റർ ഓഫ് ദാറ്റ് ചർച്ച്, ഗെറ്റ് അപ്പ്. നീയാണ് ആ ഇടവകയുടെ വികാരി, വേഗം എഴുന്നേറ്റ് പള്ളി പോകണമെന്ന് ഭാര്യ തല്ലി ഉണർത്തി വിടുക. മൊണോട്ടണസ്. നമുക്ക് പള്ളി, ദേവാലയം എന്നൊക്കെ പറഞ്ഞാൽ മാർത്തോമക്കാരനെ സംബന്ധിച്ച് അതൊരു വികാരമാണ്, അല്ലേ? പക്ഷെ ഇന്ന് എത്ര പേർക്കുണ്ട് ആ വികാരം? പള്ളിയിൽ പോകുന്നത് എന്തിന്? ഞാൻ അച്ഛനോട് പറയാം, ഈ ഒരു തലമുറയോടൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊരു പള്ളിയുടെ ആവശ്യകതയുണ്ടോ എന്ന് ചിലപ്പോൾ ചിന്തിച്ചു പോകും. പക്ഷേ ഞാൻ അതിന് ഉത്തരം കണ്ടെത്തിയിരിക്കുന്നത്, ഇഫ് ഇറ്റ് ഈസ് എ മാൻമെയ്ഡ് ബിൽഡിംഗ് ദാറ്റ് ഷുഡ് ഗോ. ഇഫ് ഇറ്റ് ഈസ് ഗോഡ്സ് ടെമ്പിൾ ദാറ്റ് വിൽ സർവൈവ്. ദൈവത്തിന്റെ ആലയമാണ് എങ്കിൽ ദൈവമാണ് ആലയത്തിന്റെ കാവൽക്കാരൻ, അവൻ നോക്കിക്കോളും. ഈ സഭ ദൈവത്തിൻ്റെതാണ് എങ്കിൽ ഈ സഭയെ സൂക്ഷിക്കുവാൻ സഭയുടെ അധികാരികൾക്കും അല്ലെങ്കിൽ സഭയുടെ എല്ലാ അധികാര സീമകൾക്കപ്പുറമായി there is a controlling station from where he controls his church. He will take care of. അതേക്കുറിച്ച് അധികം ബോധർ ചെയ്താരും ഭ്രമിക്കണ്ട. എൻ്റെ കാലം കഴിഞ്ഞാൽ ഈ പള്ളി എങ്ങനെയായി തീരുമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർ ഭാരപ്പെടിയേ വേണ്ട, അവനവൻ്റെ കാര്യം ഓർത്ത് ദുഃഖിച്ചാൽ മതി. കർത്താവായ യേശു ക്രിസ്തു തന്നെ അനുഗമിച്ചതായിട്ടുള്ള ആളുകളെ അവൻ ഒരിക്കൽ യെരുശലേമിലേക്ക് സമീപിച്ചപ്പോൾ അവൻ തിരിഞ്ഞു നോക്കി. പലരും കരയുന്നുണ്ട്. യേശു അങ്ങോട്ടും തിരിഞ്ഞു നോക്കി പറഞ്ഞു, യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട. നിങ്ങൾ കരയേണ്ടത് ഒരു തലമുറയെ നോക്കി കരയണം, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നോക്കി കരയണം എന്ന് പറയുകയുണ്ടായി. ദൈവത്തിന്റെ മന്ദിരമാണ് എങ്കിൽ ദൈവം അത് നോക്കിക്കോളും. നമ്മൾ അതേക്കുറിച്ച് ഭാരപ്പെടണ്ട. 92 വയസ്സ് ചെയ്യുന്ന ഒരു അപ്പച്ചൻ ഹോസ്പിറ്റലിൽ ICU കിടക്കുക. 18 വയസ്സ് ചെയ്യുന്ന ഒരുത്തനെയാണ് ശുശ്രൂഷിക്കാൻ ഏൽപ്പിച്ചത്. ഡോക്ടർ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഈ അപ്പച്ചൻ വളരെ സുസ്മരവതനായി കണ്ടതാ. പക്ഷെ ഒരു ദിവസം രാവിലെ ഡോക്ടർ വന്നപ്പോൾ അപ്പച്ചൻ വല്ലാത്ത വിഷാദത്തിലായിരിക്കുന്നു, ഡിപ്രഷനിലേക്ക് പോകുന്നു. ഡോക്ടർ ചോദിച്ചു, വൈ, എന്ത് പറ്റി? അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, എൻ്റെ ഡോക്ടറെ, ഞാൻ ആലോചിക്കുകയായിരുന്നു ഇവൻ്റെ കാലം കഴിഞ്ഞാൽ എന്നെ ആരാ നോക്കുന്നത് എന്ന്.
ഇങ്ങനെ ചിന്തിക്കുന്നവരുടെ കാലവും വർദ്ധിച്ചു വരികയാണ്. 92 വയസ്സ് എന്നവന്റെ വിചാരം 18 വയസ്സുകാരൻ ചത്തു കഴിഞ്ഞാൽ എന്നെ ആര് നോക്കും എന്ന വിചാരത്തിലാണ്. അങ്ങനെ ആരും സഭയെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടേണ്ട എന്നാണ് എൻ്റെ വിചാരം. സഭ ദൈവത്തിൻ്റെതാണ് എങ്കിൽ ദൈവം തമ്പുരാൻ ഈ സഭയെ പരിപാലിക്കും എന്നതാണ് എൻ്റെ അർത്ഥം. ഇത് ഇവിടെ നമ്മൾ വായിക്കുന്ന യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായി. ഉത്സവം യഹൂദന്മാർക്ക് പ്രധാനമായി 3 ഫീസ്റ്റാണുള്ളത്. ഒന്ന് നമ്മൾ മനസ്സിലാക്കുന്ന യഹൂദന്മാരുടെ പെരുന്നാൾ, ഒന്നാമത്തെ പെരുന്നാൾ പ്രധാനമായിട്ട് അത് മാൻഡറ്ററി ആയിട്ടുള്ളത് ദി ഫെസ്റ്റിവൽ ഓഫ് പെന്തക്കോസ്റ്റ്. പെന്തക്കോസ്റ്റ് പെരുന്നാൾ, പെന്തക്കോസ്റ്റ് സഭയല്ല, പെന്തക്കോസ്റ്റ് പെരുന്നാൾ, ദ ഫീസ്റ്റ് ഓഫ് പെന്തക്കോസ്റ്റ്. വിശദീകരിക്കുന്നില്ല. ദ സെക്കൻഡ് മാൻഡറ്ററി ഫെസ്റ്റിവൽ ഈസ് പാസ് ഓവർ ഫെസ്റ്റിവൽ, പെസഹ പെരുന്നാൾ. 3 ദി ഫെസ്റ്റിവൽ ഓഫ് ദ ടബർനക്കിൾ, കൂടാര പെരുന്നാൾ. ഈ 3 പെരുന്നാളിനും യഹൂദന്മാർ നിർബന്ധമായും അവരുടെ ദേവാലയത്തിൽ, യെരുശലേം ദേവാലയത്തിൽ ചെന്നിരിക്കണം. ഞാൻ ഇന്നലെ 3 പ്രാവശ്യം പള്ളി പോകുന്നതിനെ കുറിച്ച് പറഞ്ഞു ഓർക്കുന്നുണ്ട് അല്ലേ? അതേക്കുറിച്ചല്ല പറഞ്ഞു. ദീസ് 3 ഫെസ്റ്റിവൽസ് ഓഫ് ദി ജൂയിഷ് പീപ്പിൾ ആർ മാൻഡറ്ററി. അത് ചെയ്തേ മതിയാകുകയുള്ളൂ. അങ്ങനെ ഇതിലേത് പെരുന്നാളാണെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല, ഏതോ ഒരു പെരുന്നാൾ എന്നാണ് പറയുന്നത്. ആ പെരുന്നാളിൽ യേശു ദേവാലയത്തിൽ യെരുശലേമിലേക്ക് പോയി. ആ യെരുശലേമിൽ ആട്ടുവാതുക്കൽ എന്ന ആട്ടുവാതുക്കൽ ബെഥസ്ത എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. എന്നൊക്കെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. എന്താണ് ബെഥസ്ത എന്ന് പറഞ്ഞാൽ? അതിൻ്റെ അർത്ഥം, ബെഥസ്ത എന്ന് പറഞ്ഞാൽ ദി ഹൗസ് ഓഫ് മേഴ്സി എന്നാണ്, ആർദ്രതയുടെ ഇടം എന്നാണ്, ഭവനം എന്നാണ്. ബെത്ത് ഹെസ്ദ എന്ന എബ്രായ പദത്തിൻ്റെ അർത്ഥം, അത് ഹിബ്രു പദമാണ്. എന്നാൽ ഇതിൻ്റെ അരമായിക്ക് വേർഡിന്, അരമായിക്ക് എന്ന് പറയുന്ന യേശുവിൻ്റെ സംസാര ഭാഷയാണ് അരമായിക്ക്. ആ ഭാഷയിൽ ഈ ഹൗസ് ഓഫ് മേഴ്സി എന്നല്ല അതിനർത്ഥം, ഹൗസ് ഓഫ് ഷെയിം ആൻഡ് ഷെയിം ഓർ ഡിസ്ഗ്രേസ് എന്നൊരർത്ഥവും അതിനുണ്ട്. അപ്പോൾ ഈ ബെത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസ് എന്നാണ്. പുതിയ നിയമത്തിൽ നമ്മൾ ഈ ബെത്ത് ചേർത്ത് പല പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ബെത്ലഹേം, ബെത്ലഹേം എന്ന് പറയുന്ന ഈ അർത്ഥം അപ്പത്തിൻ്റെ ഭവനം എന്നാണ്, ഹൗസ് ഓഫ് ദ ബ്രെഡ് എന്നാണ്. ബഥാനിയ, ബഥാനിയ എന്ന് പറഞ്ഞാൽ ഹൗസ് ഓഫ് ഫിഗ്, അത്തിപ്പഴത്തിൻ്റെ ഭവനം എന്നാണ് അർത്ഥം. ബർത്ത് ചേർത്ത് ഒത്തിരി പദങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇനി വിശദീകരണത്തിന് പോകുന്നില്ല. അവിടെ ഒരു കുളമുണ്ട്, ബെഥസ്ത എന്ന് പറഞ്ഞാൽ ആർദ്രതയുടെ കുളമാണ്. അതിൻ്റെ ഒരു വിശദീകരണം അവിടെ നടക്കുന്നുണ്ട്. ആ കുളത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ ചുറ്റും വന്നിരിക്കുന്ന കുറേ ആളുകൾ, അതിന് 5 പോർട്ടിക്കോസ് ഉണ്ട്, 5 പോർച്ചുകളുണ്ട്. നമുക്കതിനെ കുറച്ചുകൂടെ ആധുനിക രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്താൽ 5 ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഏതൊക്കെയാണ് 5 ഡിപ്പാർട്ട്മെൻറ്റ്സ്? ഒന്ന്, അവിടെ വ്യാധിക്കാർ, ജനറൽ വാർഡ്, വ്യാധിക്കാർ, എല്ലാ സോക്കേട് പിടിച്ചവരും കൂടെ, പ്രത്യേകിച്ച് സോക്കേട് ഐഡൻറ്റിഫൈ ചെയ്യാത്തവർ വന്ന് കൂടി കിടക്കുന്ന സ്ഥലം, ജനറൽ മെഡിസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്, അല്ലെ ഫാമിലി മെഡിസിൻ എന്ന് പറയാം. രണ്ടാമത്തെ വാർഡ് ഏതാണ്? ഒഫ്താൽമോളജി, കണ്ണുരോഗികളുടെ ഒരു വാർഡാണ് അവിടെ കിടക്കുന്നത്. മൂന്നാമത്തെ വാർഡ് ഏതാണ്? മുടന്തർ എന്ന് പറഞ്ഞാൽ ഓർത്തോപീഡിക്സ് വാർഡ്. അങ്ങനൊന്നും ഇല്ല, ഇത് ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞതാണ്. ഈ മുടന്ത് എവിടെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഓരോന്ന് കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ചു വന്നപ്പോൾ ഇങ്ങനെയൊക്കെ എനിക്ക് തോന്നിയതുകൊണ്ട് പറയാം, അതാണ് ശരിയെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. അടുത്ത ഒരു വാർഡ് പറയുന്നുണ്ട്, ക്ഷയരോഗികൾ, TB വാർഡ്, ട്യൂബർക്കുലോസിസ് ബാധിച്ച, അവിടെ എല്ലാം കണ്ടേജിയസ് ആണ്. അപ്പോൾ ഇങ്ങനെ തുടങ്ങി ആ ഒരു 4-5 വാർഡുകൾ. അന്ന് ഇത്രയും വാർഡുകളെ ഉള്ളായിരുന്നു. ഇപ്പോഴോ നമ്മുടെ ആശുപത്രിയിൽ പോയാൽ എത്ര വാർഡ് കാണും, എത്ര ഡിപ്പാർട്ട്മെൻറ്റ് കാണും? കണ്ണിന് തന്നെ എത്ര എണ്ണമുണ്ട്? കണ്ണിൻ്റെ റെറ്റിനെക്കുറിച്ച് പഠിക്കുന്നവന് കണ്ണിൻ്റെ അതിൻ്റെ അപ്പുറത്തെ ഭാഗത്തെക്കുറിച്ച് വലിയ നിശ്ചയമില്ല, അതിന് വേറൊരാളിനെ കാണിക്കണം. അങ്ങനെ വാർഡ് കയറി ഇറങ്ങി അവസാനം ഒരു വാർഡുണ്ട്, അതിന് മോർച്ചറി എന്നാണ് പറയുന്നത്.
നമ്മൾ ഈ ആദ്യത്തെ വാർഡിൽ നിന്ന് സന്ദർശനം തുടങ്ങിയാൽ ഒടുക്കം നമ്മളെ കൊണ്ട് വെക്കുന്ന ഒരു വാർഡാണ്. അവിടുത്തെ വാർഡിൻ്റെ ചുമതല വഹിക്കുന്ന ആളാണ് ഞങ്ങൾ അച്ഛന്മാർ. മനസ്സിലായേ? ഇപ്പം നാട്ടിലൊക്കെ ഈ ബോഡിയൊക്കെ കൊണ്ടുവരണമെങ്കിൽ അച്ഛൻ എവിടെ വന്ന് പ്രാർത്ഥിക്കണം? മോർച്ചറി ഒന്ന് പ്രാർത്ഥിച്ചില്ലേ സംഗതി അച്ഛൻ്റെ കാലക്കേടാണ്. അതുവരെ ഇപ്പം കമ്പൽസറി ആയിരിക്കുക, ശുശ്രൂഷയുടെ ഭാഗം അല്ലേ? അപ്പോൾ അങ്ങനെ ആയിരിക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇങ്ങനെ ആളുകൾ അവിടെയുണ്ട്. നോക്കിക്കേ എന്തുമാത്രം. അന്ന് ഇത്രയ്ക്കൊക്കെ ഉള്ള സോക്കേട് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളൂ. ഇനി ഐഡൻറ്റിഫൈ ചെയ്യാത്ത എല്ലാത്തിനെയും കൂടാണ് ഈ വ്യാധി പിടിച്ചതിന്. തലയ്ക്ക് സോക്കേടിൽ പോയവർ, വെളിച്ചം പോയവർ, ഓർമ്മ നഷ്ടപ്പെട്ടവർ, ഇങ്ങനെ ഒട്ടേറെ ആളുകൾ ഇന്ന് നമുക്ക് വേണമെങ്കിൽ എന്തോ വാർഡുകളാണുള്ളത് അല്ലേ? അങ്ങനെയുള്ള ആളുകൾ ഒരൊറ്റ പർപ്പസിന്, അവരുടെ മുമ്പിൽ ഒരൊറ്റ പർപ്പസേ ഉള്ളൂ. All people were waiting for a day of healing. ഒരിക്കലായി അവർക്ക് സൗഖ്യം വരും. എന്തിനാണ് അവർ ഇവിടെ വന്നത്? There is a story behind the pool. അവിടെ ഒരു കഥയുണ്ട്. ആ കുളത്തിനൊരു കഥയുണ്ട്. എന്താണ് ആ കഥ? ആ കുളത്തിലെ വെള്ളം ഒരു പ്രത്യേക സമയത്ത്, sometimes the water in the pool will bubble. അതിങ്ങനെ കുമിള പോലെ വരും, ബബിൾസ് ഉണ്ടാകും. ഇതിന് ഇവിടെ മലയാളത്തിൽ പറഞ്ഞിരിക്കുന്ന ഇളകും എന്നാണ് പറയുന്നത്. സ്റ്റയർ ചെയ്യും എന്നൊക്കെ പറയും. വെള്ളത്തിൽ കുമിളകൾ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ ആ സ്റ്റയറിങ്ങിൽ ദാറ്റ് ഗീവ്സ് us hope. അതിൽ കുമിളകൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ നഷ്ടസാധ്യതകളിൽ there will experience the bubbles of hope in my life. എൻ്റെ ജീവിതത്തിലും പ്രത്യാശയുടെ കുമിളകൾ, ആ വെള്ളത്തിലെ കുമിളകൾ കാണുമ്പോൾ എനിക്കുണ്ടാകും. They are waiting for their time. ആ വെള്ളത്തിൻ്റെ കുമിളകൾ എൻ്റെ ജീവിതത്തിൻ്റെ പുതിയ പ്രതീക്ഷകളുടെ കുമിളകളാണ്. അതിനുവേണ്ടി കാത്തു കിടക്കുകയാണ് ഒത്തിരി പേര്. അങ്ങനെ കിടക്കുന്നവർ കൂട്ടത്തിൽ അത് ഒരു സ്റ്റോറി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഇതിന് അധികം വിശദീകരിക്കുവാനായിട്ട് ഞാനിപ്പോൾ ശ്രമിക്കുന്നില്ല. നമ്മൾ ഓർക്കണം, ഈ യോഹന്നാന്റെ സുവിശേഷം പറഞ്ഞു വരുമ്പോൾ യേശുക്രിസ്തു 7 അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതായിട്ട് യോഹന്നാൻ രേഖപ്പെടുത്തുന്നുണ്ട്. 7 miracles that Jesus performed in the gospel according to Saint John. അതിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് third miracle. ഒന്നാമത്തെ മിറക്കിളാണ് നമ്മൾ ഇന്നലെ വായിച്ച ഭാഗത്ത്, കാനായിലെ കല്യാണ വിരുന്നിൽ പച്ചവെള്ളത്തെ ജീസസ് ടേൺഡ് ദ വാട്ടർ ഇൻടു വൈൻ. ദാറ്റ് ഈസ് എ മിറക്കിൾ. നമ്മളവിടെ വായിക്കുന്നത് അടയാളങ്ങളുടെ ആരംഭമായി. ദാറ്റ് വാസ് ദ ബിഗിനിങ് ഓഫ് ദ മിറക്കിൾ. ഇറ്റ് എ സൈൻ. അതൊരടയാളമായിട്ടാണ് യേശു അവിടെ ചെയ്തത്. എന്തിനാണ് ഈ മിറക്കിൾ അവിടെ സംഭവിച്ചത്? ദാറ്റ് ഈസ് എ സൈൻ ഓഫ് ഹോപ്പ്. എൻ്റെ ജീവിതം അസ്തമിച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളും രോഗങ്ങളും ദുഃഖങ്ങളും എൻ്റെ ഹോപ്പ് പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടില്ല. There is hope still. എനിക്ക് വീണ്ടും സാധ്യതയുണ്ട്, പ്രതീക്ഷയുണ്ട്. കാരണം ആ പ്രതീക്ഷ ഉണർത്തുന്നതിനാണ് ക്രിസ്തു മിറക്കിൾ പെർഫോം ചെയ്തതെന്നാണ് യോഹന്നാന്റെ ഭാഷ്യം. അതുകൊണ്ട് 7 മിറക്കിളുകൾ പറയുമ്പോൾ ഈ ഒന്നാമത്തെ മിറക്കിൾ ഇവിടെയാണ്. രണ്ടാമത്തെ മിറക്കിൾ നമ്മൾ വായിക്കുന്നത് തൊട്ട് 4-ാം അധ്യായത്തിൻ്റെ തൊട്ട് മുകളിൽ 54-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു. യേശു യഹൂദ്യയിൽ ഗലീലയിൽ വന്നപ്പോൾ ഇത് രണ്ടാമത്തെ അടയാളമായി ചെയ്തു. അവിടെ ഒരു രാജഭൃത്യന്റെ മകനെ സൗഖ്യമാക്കി. ദാറ്റ് ഈസ് എ സെക്കൻഡ് ഹീലിംഗ് സ്റ്റോറി അക്കോർഡിംഗ് ടു ദി ഗോസ്പൽ ഓഫ് സെയിന്റ് ജോൺ. മൂന്നാമത്തതാണ് ഇപ്പോൾ നമ്മൾ വായിക്കാൻ വന്നിരിക്കുന്ന ഈ 38 വർഷം രോഗക്കിടക്കയിൽ കായിരുന്ന ഒരുത്തനെ യേശു കണ്ടുമുട്ടുകയാണ് ചെയ്യുന്നത്. നോക്കിക്കേ, ഒരാശുപത്രി പോലെ അവിടെ കിടക്കുകയാണ്. അവിടെ കിടക്കുന്ന ആളിൻ്റെ അടിയിലേക്ക് യേശു അവിടേക്ക് കടന്നു ചെല്ലുകയാണ്. ചർച്ച് ഈസ് നോട്ട് എ മോണ്യുമെന്റ്. എൻ്റെ ഇന്നത്തെ മെസ്സേജിൻ്റെ ഫോക്കസ് ഇതാണ്. ചർച്ച് ഈസ് എ പൂൾ ഓഫ് ഹീലിംഗ്. സഭ അഥവാ ഇടവക എന്ന് പറഞ്ഞാൽ സൗഖ്യദായക ഒരു സ്ഥാനമാണ് പള്ളി.
നമ്മൾ ഒരു ആരാധനയിൽ സംബന്ധിച്ച് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കേണ്ടത് എന്താണ്? എ കൈൻഡ് ഓഫ് ഹീലിംഗ്, ഒരു സൗഖ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഓർക്കേണ്ടത്, ഒന്നാമത് യേശുക്രിസ്തു പെർഫോം ചെയ്ത പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയപ്പോൾ ദാറ്റ് വാസ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ ആത്മാവിലാണ് ഈ വ്യതിയാനം സംഭവിച്ചിരിക്കുന്നത്, പുതു സൃഷ്ടി. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിലേക്ക് കടക്കുകയില്ല. യേശു 3:16 പറഞ്ഞതാണ്, നിത്യജീവൻ പ്രാപിക്കാൻ നമ്മൾ ഒരു പുതുജീവന്റെ അനുഭവം. അതിന് തൊട്ട് മുമ്പ് നമ്മൾ വായിക്കുന്നുണ്ട്, നിക്കോദെമസിനോട് പറയുന്നുണ്ട് യേശു. എന്താണ് പറയുന്നത്? ഈ 3-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, നീ പുതുതായി ജനിക്കണം, നീ ബോൺ അഗെയിൻ. എന്തിനാ ഒരു പുതുജനനം? അത് നിക്കോദെമസ് ചോദിക്കുന്നുണ്ട്. ഇനി അതെങ്ങനെ, ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? ഇനിയും തിരിച്ച് അമ്മയുടെ ഉദരത്തിൽ പ്രവേശിച്ച് ഒരു ജനനം സാധ്യമാകുന്നു? അപ്പോഴാണ് യേശു പറഞ്ഞു, അല്ല, നീ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. എ ബർത്ത് ബൈ സ്പിരിറ്റ് എന്നാണ്. ഒരു പുതുജനനം പ്രാപിക്കാൻ വേണ്ടി നീ ആത്മാവിൻ്റെ ഒരു ജനനം സംഭവിക്കണമെന്നാണ്. ഞാൻ ഇന്നലെ പറഞ്ഞു, ദേവാലയത്തിൽ മാമോദീസ നടക്കുന്ന വേളയിൽ നമ്മളുടെ 2 പാർട്ടാണ് ആ മാമോദീസായ്ക്കുള്ളത്, അല്ലേ? ആദ്യത്തേത് 2-3 പാർട്ട് വരും. ആദ്യ ഭാഗം എന്താണ്? താങ്ക്സ് ഗിവിങ് സർവീസാണ്, അല്ലേ? അതായത് ഒരു സുഖപ്രസവം നൽകിയതിന് വേണ്ടി അമ്മയ്ക്ക് സ്തോത്ര പ്രാർത്ഥന നൽകുന്നതാണ് താങ്ക്സ് ഗിവിങ് സർവീസ്. ദൈവത്തിന് നന്ദി പറയുകയാണ്. എത്രയോ ദമ്പതിമാർക്ക് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിച്ചപ്പോൾ, എത്രയോ ട്രീറ്റ്മെൻ്റ് എടുത്തും കുഞ്ഞുങ്ങളെ കിട്ടാതെ വിഷമിച്ചപ്പോൾ, സ്വർഗത്തിലെ ദൈവം അവരെ കൈവിടാതെ പ്രാർത്ഥന കേട്ട് കുഞ്ഞുങ്ങളെ നൽകി. എത്രയോ ദമ്പതിമാർ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം, നമ്മുടെ അറിവിലുണ്ടാകാം. എൻ്റെ വൈഫ്, എൻ്റെ ഫാദറിലോ മദറിലോ അവരുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ 9 വർഷം കുഞ്ഞുങ്ങളില്ലായിരുന്നു. 9 വർഷം, നീണ്ട 9 വർഷം. ഒടുവിൽ എൻ്റെ മദറിലോ പ്രാർത്ഥിച്ചു, വയറ്റിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, തമ്പുരാനെ, ഈ ഉദരത്തിലൊരു കുഞ്ഞിനെ നീ നൽകിയാൽ അത് നിനക്കുള്ളതാണ് എന്ന്. ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ്, അല്ലേ? നിങ്ങൾ വിശ്വസിക്കുന്നോ? ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ് എങ്കിൽ നമുക്കൊരു പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് സ്തോത്രം പറഞ്ഞൂടെ? യെസ്, പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി ടു ഗോഡ്. അത് ഒരിക്കൽ മാത്രമല്ല, ഗോഡ് ലിസൺസ് അവർ ക്രൈസ്. God can understand what is burning in my heart. എൻ്റെ ഹൃദയത്തിൻ്റെ കത്തലുകളെ തിരിച്ചറിയുവാൻ കഴിയുന്നവൻ്റെ പേരാണ് ദൈവം. എൻ്റെ കണ്ണുനീരിനെ കണ്ട് മാറിപ്പോകുന്നവനല്ല ദൈവം. അവൻ പ്രാർത്ഥന കേൾക്കുന്നവനാ. 9 വർഷം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ കുഞ്ഞ് പിറക്കുന്നു. അവളെ ദൈവവേലയ്ക്ക് തന്നെ ഒരു വൈദികനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് തന്നെയായിരുന്നു താല്പര്യം. അങ്ങനെ ഞാനിത് അറിഞ്ഞുകൊണ്ട് പോയി കെട്ടിയതല്ല, കെട്ടിക്കഴിഞ്ഞറിഞ്ഞതാണ്. പലർക്കും അങ്ങനെ ആണല്ലോ, കെട്ടിക്കഴിഞ്ഞാന്നല്ലോ പലതും അറിയുന്നത്. പിന്നല്ലയോ വേണോ വേണ്ടായോ, നിർത്തണോ വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നേ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നിർത്തി തന്നെ പോകണം, അല്ലേ? ജീവിതത്തിൽ ദൈവം പിന്നീടൊരു 4-5 എണ്ണത്തിന് ദൈവം അഡീഷണൽ കൊടുത്തു. ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിർത്തില്ലാതെ അവൻ അനുഗ്രഹിക്കും. അങ്ങനെയാണ് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. ഇവിടെ നമ്മൾ ഓർക്കണം, ഈ ദൈവം എത്ര നല്ലവനാണ്. അപ്പോൾ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഒരിടത്ത് മാത്രം ഇരുന്ന് കേൾക്കുകയല്ല. പ്രയർ ടവർ, ആരെയും വിമർശിക്കുകയാണ് നിങ്ങൾ കരുതരുത്. പ്രയർ ടവറിലിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ പ്രാർത്ഥന എന്തുവാ, മൊത്തത്തിൽ ഹോൾസെയിലും റീറ്റെയിലുമായിട്ട് നൽകുകയാണോ? I don't think. We see that God is the one who always travels journeying, and He meets the people at their need where they are. നീ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്റെ അരികിലെത്തി, നിന്റെ അരികിൽ വന്ന് നിന്നോട് സംവദിക്കുന്ന ക്രിസ്തുവിനെയാണ് സുവിശേഷം നമുക്ക് പരിചയപ്പെടുത്തുന്നത്. അല്ലാതൊരു ടവർ ഉണ്ടാക്കി വെച്ച് പണസമ്പാദനത്തിനും ആ ടവറിന്റെ വർധനവിനും വേണ്ടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ക്രിസ്തുവിനെ അല്ല ബൈബിൾ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. That is my understanding. I don't know how you understand.
ഐ ഡോണ്ട് ബ്ലെയിം ഫോർ ദാറ്റ്, ഐ ഡോണ്ട് ക്രിട്ടിസൈസ് ഫോർ ദാറ്റ്. എന്നാൽ ഇതാണ് കുളക്കരയിലെത്തുന്ന ക്രിസ്തു. അവിടെ കണ്ട് എല്ലാവരെയും കാണുന്നുണ്ട്. അവിടെ വന്ന് കിടക്കുന്ന തീർച്ചയായും ആ കുളക്കരയിലെത്തിയപ്പോൾ യേശു ഒരു മിനിമം എൻക്വയറിങ്ങനെ നടന്നു ഓരോരുത്തരോട് ചോദിച്ചു കാണും, എത്ര നാളായി വന്നിട്ട് എന്തോ അസുഖക്കേട്. നമ്മുടെ ചില ഈ ആശുപത്രി സന്ദർശനത്തിന് ചില പാർട്ടികൾ പോകുമല്ലോ, ഇടവ മിഷൻകാരും സേവ്യാസംഘക്കാരും ഒക്കെ മിഷൻ ടൂറിനും പല ടൂറുകളുണ്ട്. ആ കൂട്ടത്തിൽ ആശുപത്രി ടൂറുണ്ട്. അവിടെ ആശുപത്രി ചെന്ന് ഓരോരുത്തരോട് ചോദിക്കും എന്തുകൊണ്ട് സുഖക്കേട്, ഓരോരുത്തരോട് ചോദിക്കും. ആ ചോദ്യം കേട്ടതാണ് ഇപ്പം ഈ പുള്ളിക്കാരുതി അല്ലെ ഈ പുള്ളിക്കാരൻ അവർക്ക് സുഖം കൊടുത്തേച്ച് പോവുകയുള്ളൂ. പണ്ട് ഞാനൊരു സേവ്യാസംഘക്കാരെ കൊണ്ട്, എൻ്റെ ഒരു പള്ളിയിലെ സേവ്യാസംഘക്കാരുണ്ട് ആശുപത്രി സന്ദർശനത്തിന് പോയി. ഞാനൊരു അമ്മച്ചിയോട് പറഞ്ഞു പ്രാർത്ഥിക്കാൻ എൻ്റെ കഷ്ടകാലത്തിന്. അമ്മച്ചി പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ, പ്രാർത്ഥനയിലാണ് ചില പ്രമേയങ്ങളൊക്കെ അവരോട് നേരിട്ട് പറയാൻ പറ്റാത്ത ഇങ്ങോട്ടും കാച്ചിക്കും. ഒക്കെ പ്രാർത്ഥനയ്ക്കകത്ത് വെച്ച് അമ്മച്ചി പറഞ്ഞു, കർത്താവെ കഴിഞ്ഞ ആഴ്ചയാണല്ലോ ആ മേരിക്കുട്ടി ഇതേ രോഗത്താൽ മരിച്ചു പോയത്, ആകയാൽ കർത്താവെ ഇതിൻ്റെ മകളെ സൂക്ഷിച്ചോണേ. തീർന്നല്ലോ. ഒറ്റ പ്രാർത്ഥന കൊണ്ട്. നമ്മുടെ ഒരു അച്ഛന് മലയാള ഭാഷ വലിയ വശമില്ലാത്തൊരച്ഛനുണ്ട്. കേരളത്തിന് പുറത്ത് ജനിച്ചു വളർന്ന അച്ഛനെക്കുറിച്ച് വലിയ തമാശയാണ്. അത് അമേരിക്കയിലൊക്കെ വന്നിട്ട് പോയതാണ്, നിങ്ങൾ കണ്ടുപിടിക്കും, എനിക്കറിയാം. എന്നാൽ പോലും ആ അച്ഛൻ ഒരിക്കൽ തിരുവല്ലായി പുഷ്പഗിരി ആശുപത്രിയിൽ ഒരു സുഹൃത്തിൻ്റെ മാതാവ് അഡ്മിറ്റായി കിടക്കുമ്പോൾ അച്ഛൻ ചെന്നു. അച്ഛന് മലയാളം വലിയ പിടിയില്ല, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ ചോദിച്ചു, ഷാൽ ഐ പ്രേ ഇൻ ഇംഗ്ലീഷ്? അമ്മച്ചിക്കും ഇംഗ്ലീഷൊന്നും അറിയില്ല, മലയാളം അറിയാമെന്നുള്ള പ്രാർത്ഥിക്കാൻ. അച്ഛൻ വെച്ച് പ്രാർത്ഥിച്ച് നന്നായിട്ടൊക്കെ ആലോചിച്ച് സൂക്ഷിച്ച് അളന്നു കൂട്ടിയൊക്കെ പ്രാർത്ഥിച്ച് ഒടുവിൽ പ്രിയപ്പെട്ട അമ്മച്ചിയെ സൂക്ഷിച്ചു കൊല്ലണമേ എന്ന് പ്രാർത്ഥിച്ച് അവസാനിച്ചു. അമ്മച്ചി കരയാൻ തുടങ്ങി. ചോദിച്ചു എന്താ പറ്റിയത് അമ്മച്ചി കരയുന്നത്? പുള്ളി വിചാരിച്ച പ്രാർത്ഥന അങ്ങ് ഉടനെ ആൻസർ കിട്ടി കാണുമെന്ന്. ഉടനെ താൻ എന്തോ പ്രാർത്ഥിച്ച് സൂക്ഷിച്ചു കൊല്ലണമേ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ആക്സെൻറ്റിൽ വന്നൊരു ചെറിയ വിഷയമാണ്. സൂക്ഷിച്ചു കൊള്ളണമേ എന്ന് പറഞ്ഞത് ഇല്ല ആയപ്പോൾ അർത്ഥം അങ്ങ് മാറിപ്പോയി എന്നതാണ്. നമ്മൾ ചിലരെ പ്രാർത്ഥനയും വേദോസം കഴിഞ്ഞാൽ ഉടനെ മൊബൈൽ എടുത്ത് നോക്കും, കാരണം കർത്താവിൻ്റെ റിപ്ലൈ അതേ വന്നോന്ന് അറിയാൻ. പെട്ടെന്ന് ചിലർ നോക്കാറുണ്ട്, പ്രാർത്ഥന കഴിഞ്ഞാൽ ഉടനെ മൊബൈൽ തപ്പിപ്പിടിച്ചെടുക്കും. ഞാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ട് പുള്ളിക്ക് തമ്പുരാനോട് പറഞ്ഞതിന് ആൻസർ ഇപ്പം മൊബൈലിൽ വന്ന് കാണുമായിരിക്കും. അത്തരത്തിൽ നമ്മൾ ഓർക്കുക, ദൈവം പ്രാർത്ഥന കേൾക്കും. യേശു അവിടെ ചെന്ന് ഓരോരുത്തരുടെ അന്വേഷിച്ചു കാണും. അങ്ങനെയാണ് 38 അവിടുത്തെ വൺ ഓഫ് ദി ഇവിടെ കിടക്കുകയാണ്. അവനോട് ചോദിച്ചു, എത്ര നാളായി ഇവിടെ വന്നിട്ട്, അമേരിക്ക വന്നിട്ട് എത്ര നാളായി? ആരെങ്കിലും അപ്പം നമുക്ക് ഞാനിപ്പോൾ റിട്ടയർ, ഞാൻ പറയും 40 വർഷം ഞാൻ ഈ സഭയിൽ ശുശ്രൂഷ ചെയ്യുന്ന മരിച്ച് ജാടയോടാ പറയുന്നത്. 2 വർഷം പട്ടം കിട്ടിയ അച്ഛനോട് ഞാൻ പറയും, 40 വർഷമായി ഞാൻ ശുശ്രൂഷ തുടങ്ങിയിട്ട്. പുള്ളി പുതിയ ആളാണ് അല്ലേ എന്ന് തോന്നിപ്പോവുകയാണ്. അയാൾ പറഞ്ഞു, ഫോർ ദ പാസ്റ്റ് 38 years ഐ ബിൻ ഹിയർ. വളരെ പ്രൗഡായിട്ട് പറഞ്ഞു കാണും. യേശു അങ്ങനെയാണ്. നമ്മുടെ രോഗവിവരം അവൻ അന്വേഷിക്കും. അതുകൊണ്ടാണല്ലോ യെരിഹോവിലൂടെ യാത്ര ചെയ്തു പോകുമ്പോൾ മർക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 35 മുതലുള്ള വാക്യത്തിലുള്ള സംഭവം പറയുന്നുണ്ട്. അവൻ യെരിഹോവിലൂടെ യാത്ര ചെയ്തു പോകുമ്പോൾ വഴിയരികിൽ നിന്നൊരുത്തൻ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥന? ദാവീദ് പുത്ര യേശുവേ എന്നോട് കരുണ തോന്നമേ. പക്ഷെ അവൻ വഴിയിലിരുന്ന് സ്വല്പം മുമ്പ് വരെ പ്രാർത്ഥിച്ച വിഷയം എന്താ? അല്ല, ചോദിച്ച വിഷയം എന്താ? കരുണയാണോ? അല്ല, മണി. ഹൗ the money turned into mercy. പണം കരുണയിലേക്ക് വഴിമാറിയത് എന്താണ്? വരുന്നവൻ ആരാണെന്ന് അറിഞ്ഞിട്ടാണ്. അവന് കണ്ണ് കാണാൻ പറ്റില്ല, പക്ഷേ അവൻ്റെ മറ്റിന്ദ്രിയങ്ങളെല്ലാം ലൈവാണ്. ഇനി ഒരു പള്ളിയുടെ പേര് പറഞ്ഞ് തന്നെ ഞാൻ പറയുന്നതുകൊണ്ട് അപകടമില്ല. ഒരു സിറ്റി പാരിഷിൽ ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടെ ആരാധന കുർബാന കഴിഞ്ഞാൽ ഉടൻ ഒരാൾ എൻ്റെ സൈഡ് മുറിയിൽ, ഞാൻ സൈഡിലോട്ട് ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളെയും കൂട്ടി സൈഡിലോട്ട് വരും. അദ്ദേഹം പറയും, ഹേ അച്ഛൻ, ഹൗ ആർ യു? ഞാൻ പറഞ്ഞു, ഗുഡ്, വാട്ട് അബൌട്ട് യു? ഐ ആം ഫൈൻ. അപ്പോൾ പിന്നെ ചോദിക്കും, വാട്ട് അബൌട്ട് കൊച്ചമ്മ, ചിൽഡ്രൻ, എവറിതിങ്, എല്ലാം വീട്ടിലെ മുഴുവൻ കാര്യം ചോദിക്കും. അത് കഴിഞ്ഞിട്ട് പോവും. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചോടാ, ഇത്രയും നല്ല മനുഷ്യരൊക്കെ സൈഡിൽ വന്ന്, വേറെ എത്രയോ എൻ്റെ അച്ഛന്മാരെ കാണുമ്പം കള്ളവാറ്റുകാരെ, ഈ എക്സൈസുകാരെ കണ്ട കള്ളവാറ്റുകാർ പോകുന്ന പോലെ പോകുന്നത് അല്ലേ? പള്ളിയിലൊക്കെ വന്നാൽ ചെന്ന് നമ്മുടെ നാട്ടിലൊരു പ്രയോഗമാണ്, ഈ വാറ്റുകാർ എക്സൈസുകാരെ കാണുമ്പോൾ ഓടുന്നത് പോലെ ചിലർ പള്ളി വന്നിട്ട് അച്ഛനെ കാണാതെ ആരും പിരിവൊല്ലും കയറി ചോദിച്ചു പോകും കട്ടകാലത്തിന് എന്ന് വിചാരിച്ച് ഓടിപ്പോകുന്ന പാർട്ടികളുണ്ട്.
എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല. സമയത്തിന് ജോലിക്ക് പോകേണ്ടവരൊക്കെ ഉണ്ട്, അവരൊക്കെ പൊക്കോട്ടെ. അല്ലാത്ത ചില പുള്ളികളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇയാൾ അങ്ങനെ വന്ന് കണ്ടപ്പോൾ കുർബാന സമയത്തും ഇയാളുടെ ഇടത്തും വലത്തും അവരുടെ മക്കൾ രണ്ടുപേരും ഉണ്ടാകും. അപ്പോൾ ഞാൻ അധിക സമയം അടുത്ത അന്നൊരു കുർബാന കഴിഞ്ഞാലാണ് കൃത്യം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തുമ്പോൾ വായൊക്കെ പൊളിച്ച് റെഡിയാണ്. പിന്നീട് ഞാൻ മനസ്സിലാക്കി, ഹി ഈസ് ടോട്ടലി ബ്ലൈൻഡ്. അവൻ്റെ പേര് പോൾ മുദ്ദ എന്നാണ്, കന്നഡക്കാരനാണ്. ഒരു കുഞ്ഞായിരുന്നപ്പോൾ മാർത്തോമ്മ ദമ്പതിമാർ അവരുടെ മൂന്നാമത്തെ മകൻ എന്ന നിലയിൽ ഇവനെ എടുത്തു വളർത്തി. എല്ലാവരും മാതാപിതാക്കൾ ഉപേക്ഷിച്ചൊരു പയ്യൻ, കാഴ്ചയില്ല. അവനെ പഠിപ്പിച്ചു. അവനെ ബെയ്ലി അക്ഷരങ്ങളെല്ലാം പഠിപ്പിച്ചു. വിശദീകരിക്കുന്നില്ല. അവൻ ആന്ധ്ര ബാങ്കിൻ്റെ റീജിയണൽ മാനേജറാണ്. ഇന്ത്യൻ പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാമിൽ നിന്ന് വികലാംഗർക്കുള്ള, അതെങ്കിൽ ഡിസബിലിറ്റിയുള്ള ആളുകളുടെ അവാർഡ്, പ്രസിഡന്റിൻ്റെ അവാർഡ് വാങ്ങിയ ആളാണ്. ലോകത്തിൽ പോൾ മുദ്ദ സഞ്ചരിക്കാത്ത രാജ്യങ്ങൾ ഇല്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു വടി മാത്രം കാണും. പക്ഷെ പള്ളിയിൽ വരുമ്പോൾ അത് കൊണ്ടുവരില്ല. അതിന് പകരം മക്കൾ രണ്ടുപേരും വരികിലുണ്ടാകും. അപ്പോൾ ആ പോൾ മുദ്ദ എടുത്തു വളർത്തിയ മാതാപിതാക്കൾ മാർത്തോമ്മ പള്ളിക്കാരാണ്. നിങ്ങളൊക്കെ പറഞ്ഞാൽ അറിയുന്നവരാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അച്ഛോ, അച്ഛൻ വിചാരിക്കുന്ന ആളല്ല ഇവൻ. അവൻ്റെ ആസ്തിയും അവൻ്റെ വരുമാനം അച്ഛനെന്ന് ചോദിച്ച്, അവനെപ്പോഴും അവൻ്റെ കയ്യിലൊരു മൊബൈലുണ്ട്, ഒരു സ്പെഷ്യൽ മൊബൈലാണ്. അതിലാണ് അവൻ്റെ ബിസിനസ് മുഴുവൻ, ബാങ്കിങ് സംവിധാനം മുഴുവൻ. അവനോട് ചോദിച്ചാൽ പറയും, ഏയ് മുദ്ദ, വാട്ട് ഈസ് ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇന്ന കമ്പനിയുടെ ഇന്നത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വാല്യൂ എന്ന് ചോദിച്ചാൽ പറയും, അച്ഛൻ ടുഡേ ഈസ് എ ഡൗൺ. ആ കമ്പനിയുടെ ഇന്നത്തെ ഷെയർ ഡൗൺ ആണ്. ചിലപ്പോൾ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വളർത്തച്ഛൻ പറയും, അവനോട് അടുത്ത ചോദിച്ച, കഴിഞ്ഞ ആഴ്ച അവന് അത്ര കിട്ടി. ലാസ്റ്റ് വീക്ക് ഐ ഗോട്ട് ഓൺലി 3 crores rupees ഇൻ മൈ ബിസിനസ്. ആരാണിതാള്? കണ്ണ് രണ്ടും നഷ്ടപ്പെട്ടു. ഇത് 2 കണ്ണും 4 സകല തലമണ്ടയെ ആലോചിച്ചിട്ടും നട്ടക്കച്ചവടത്തിൽ പോകുന്ന പുള്ളികൾ ജീവിക്കുന്ന കാലത്താണ് 2 കണ്ണുമില്ലാത്ത പോൾ മുദ്ദ, പേര് പറയുമ്പോൾ തന്നെ അദ്ദേഹം പോൾ മുദ്ദ ഇത്രയും സജീവമായി യാത്ര ചെയ്യുന്നത്. പള്ളിയിൽ ഒരൊറ്റ ഞായറാഴ്ച മിസ് ചെയ്തില്ല. കണ്ണും കാതുമുള്ളവൻ വരാതിരിക്കുമ്പോൾ കാഴ്ചയില്ലാത്ത പോൾ മുദ്ദ വരിക എന്ന് മാത്രമല്ല, കുർബാനയിൽ പങ്കെടുത്തിട്ട് വന്ന് അച്ഛൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, അച്ഛൻ, ഹൗ ആർ യു? ദിസ് ഈസ് ദ ബ്ലൈൻഡ് മാൻ. ഞാൻ പറയും, കർത്താവ് കണ്ട അന്ധനായ മനുഷ്യൻ അവനോട് ചോദിക്കുകയാണ്. അപ്പോൾ യേശു അന്ധനെ കണ്ടിട്ട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണമെന്ന് നീ ഇച്ഛിക്കുന്നു, ആഗ്രഹിക്കുന്നു? എന്തൊരു കാൽക്കുലേറ്റഡ് ക്വസ്റ്റ്യനാണ്. യേശു ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ കൃത്യമായി മറുപടി അവന് കിട്ടണം. അത് കിട്ടും. അവനറിയാം, യേശുവിനറിയാം, ഇവൻ എന്തിനാണ് എന്നെ നിലവിളിച്ചെന്നോട് പ്രാർത്ഥിച്ചത്. അവന് കാഴ്ച വേണമെന്ന് അവൻ പറഞ്ഞില്ലേ? പിന്നെയും യേശു ചോദിക്കുകയാണ്, വൈ? അവനോട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്ന്. നമ്മൾ വായിക്കുന്ന 2 ആ അധ്യായത്തിൽ തന്നെ പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട്. 2 മത്തായിയുടെ സുവിശേഷം ഈ സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട്, കർത്താവിൻ്റെ 2 ശിഷ്യന്മാർ, സബദി മക്കൾ. ആരൊക്കെയാണ്? യാക്കോബും യോഹന്നാനും. അവർ രണ്ടുപേരും യെരുശലേമിലേക്ക് കർത്താവ് പോകാനൊക്കെ ഒരുങ്ങുമ്പോഴാണ് അവർ വന്നൊരാവശ്യം പറയുന്നുണ്ട്. എന്താ പറയുന്നത്? കർത്താവേ, നീ ഈ രാജാവായിട്ടൊക്കെ വരുമല്ലോ, അങ്ങനെ വരുമ്പോൾ നിൻ്റെ ഇടത്തും വലത്തും ഇരിക്കാനുള്ള വരം ആർക്ക് തരണം? ഞങ്ങൾക്ക് തരണം. പ്രീ റിസർവ് ചെയ്യുകയാണ്. ഇടത്തുവശം വലതുവശം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ചീഫ് മിനിസ്റ്ററുടെ വലത്തിരിക്കേണ്ടയാളാണ്. അതാരാണ്? ആഭ്യന്തരം. ഇടതുവശം എന്ന് പറയുന്നത് ധനകാര്യം. ഇത് രണ്ടും അപ്പുറവും ഇപ്പുറവും ഇരിക്കേണ്ടതാണ്. 2 കീ പോസ്റ്റാണ്. ഓർക്കുക, അത് അവരാവശ്യപ്പെട്ട് കഴിഞ്ഞ് വേറൊരുത്തൻ കയറി ഇടിച്ച് ഈ പോസ്റ്റ് നേരത്തെ അടിച്ചോട്ട് പോകുന്നതിനേക്കാൾ നമ്മുടെയൊക്കെ പള്ളിയിലൊക്കെ ഒരു ചുമതല എടുക്കാൻ ഇപ്പോൾ ആരെങ്കിലും, ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നു വെച്ചാൽ, എനിവേ ചില പള്ളിയിലൊക്കെ ഞാൻ ഈ അടുത്ത സമയത്ത് പോയരുത്, പള്ളിയിലെ അച്ഛൻ പറയും, എൻ്റെ അച്ഛോ, ഒരുത്തിനും മഷി ഇട്ടാൽ കിട്ടത്തില്ല,
ചുമതലയെടുക്കാൻ ആരുമില്ല. കാര്യം എന്താണെന്നറിയാമോ? എടുത്തവൻ്റെയൊക്കെ അനുഭവം കേട്ടിടത്തോളമൊക്കെ എല്ലാവർക്കും മതിയായിട്ടുണ്ട്. ഈ ചുമതല എടുത്തവർക്കൊക്കെ അനുഭവത്തിൽ വളരെ ദുരിതങ്ങളുണ്ട്. അതുകൊണ്ട് പലരും മുൻപോട്ട് വരുന്നില്ല എന്നതാണ്. എന്നാൽ ചില പോസ്റ്റ് എടുക്കാൻ ഭയങ്കര ഇടിയ. ആ പോസ്റ്റ് ഏതാണെന്നറിയാമോ? അച്ഛനെ ഞാൻ നോക്കുന്നില്ല, നിങ്ങൾ പറഞ്ഞു. മണ്ഡലം വൈസ് പ്രസിഡന്റ്. 2 പേർ. നിങ്ങൾ ആരും എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ റിട്ടയർ ചെയ്ത്, തെറ്റിദ്ധരിച്ചാൽ കുഴപ്പമില്ല. ഈ 2 പോസ്റ്റിനും കാര്യമായ ജോലിയൊന്നും ചെയ്യാനില്ല. 3 വൈസ് പ്രസിഡന്റിന് 1 വർഷമേ ഉള്ളൂ. മണ്ഡലത്തിൽ കയറുന്ന പുള്ളിക്ക് എത്ര നാൾ ഇരിക്കാം? 3 വർഷം കമ്മിറ്റിയിലിരിക്കാം. ഒരു പള്ളിയിൽ ചെന്നപ്പോൾ ആ പള്ളിയിൽ അച്ഛൻ ആദ്യം എന്നെ പരിചയപ്പെട്ട് പറഞ്ഞു, ഷെയ്ഖാൻ്റെ ഒക്കെ നല്ല കൂളായിട്ടാണ്. കഴിഞ്ഞ 40 വർഷമായി ഞാൻ ഈ ഇടവേള കമ്മിറ്റിയിലുണ്ട്. എന്തോ ഒരു വലിയ പ്രൗഢായിട്ടാണ് പറഞ്ഞത്. അത് കേട്ടോണ്ടിരുന്ന ഒരുത്തൻ 40 ഇൻറ്റു ഏതാണ്ട് കുഴിച്ച് 4 എന്നൊക്കെ ഗുണിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്തുവാണ് ഈ ഗുണിക്കുന്നത്? അവൻ പറഞ്ഞു, 1600 ഉഴുന്നുവട ഈ അച്ഛൻ തിന്നിട്ടുണ്ട്. എത്ര നാളാ? 40 വർഷം കമ്മിറ്റിയിലിരുന്ന് ഇയാളെ കൊണ്ടുള്ള ഗുണം പള്ളിക്ക്. ഇവിടെ എന്തോ കൊടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ആരെയും വില കുറച്ച് കാണിക്കാനോ അത് താഴ്ത്തിക്കെട്ടാനോ ഒന്നുമല്ല. വാട്ട് ഈസ് ദ പ്രൊഡക്ടിവിറ്റി? വാട്ട് ഷാൽ ഐ ഡു ഫോർ യു? നീ 38 വർഷമായി ഇവിടെ കിടക്കുന്നു എന്ന് പറയുമ്പോൾ അവനോട് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അവൻ പറയുന്നു, യെസ് ലോർഡ്. മനസ്സില്ലാഴികയല്ല. നമ്മൾ ഏത് കാര്യം പറഞ്ഞാൽ അതിനൊരു നിർവചനം, ഒരു വിശദീകരണമൊക്കെ കൊടുക്കും. പള്ളിയിൽ എന്താ വരാത്തത്, അല്ലെങ്കിൽ എന്താ ഇത് ചെയ്യാത്തത്, അതിനൊരു വിശദീകരണമൊക്കെ കൊടുക്കും, അല്ലേ? എന്നാൽ ഇവനും പറഞ്ഞു, ഞാൻ ഇവിടുത്തെ ഒരു പ്രശ്നം, ഒരു പ്രതിസന്ധി. വാട്ട് ഈസ് ദ ക്രൈസിസ് ഓഫ് ദാറ്റ് പൂൾ? ആ ഇടത്തൊരു പ്രശ്നമുണ്ട്, എല്ലായിടത്തും പ്രശ്നമാണ്. ഈ കുളത്തിൻ്റെ പ്രത്യേകത, ആദ്യം ബബിൾസ് ഉയരുമ്പോൾ ആദ്യം ഇറങ്ങുന്നവനെ സൗഖ്യം. അപ്പോൾ അതുകൊണ്ട് പല വാർഡിൽ കിടക്കുന്നവന്മാർ ഇവൻ്റെ രോഗം എന്താണ്, ഇവനെ ഏതാ രോഗമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത്? പക്ഷാതെന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്നൊന്ന് കൃത്യമായിട്ട് നോക്കിക്കേ. ഇപ്പോഴാ വേദോത്സവം ശരിക്കും നമ്മൾ നോക്കുന്നല്ലേ. വേദോത്സവത്തിന് പല ഉപയോഗമുണ്ട്. ഒരു രോഗമെന്നേ പറഞ്ഞില്ല, അവന് പക്ഷപാതമാണ്. നമ്മൾ ഓരോരുത്തർക്ക് ആവശ്യമില്ലാത്ത രോഗമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ഇല്ലാത്ത രോഗം എന്തോ അവർക്ക്, അമ്മമ്മയ്ക്ക് എന്തോ അസുഖം, മാരകമായ ക്യാൻസർ, അതെവിടാ? കുടല്. ഇയാൾ പോയി കണ്ടോ കുടലിൽ അസുഖമാണ്? ആരാണ്ട് പ്രിസ്ക്രിപ്ഷൻ ഇദ്ദേഹത്തിന് ഇല്ല, ചുമ്മാ അടിച്ചു വിടുക. ഒരിടത്ത് അടിച്ചാൽ വിട്ടാൽ പിന്നെ അങ്ങ് പൊക്കോളും, അല്ലേ? അങ്ങനെ അടിച്ചിറക്കുകയാണ്. നിങ്ങളെ കുറ്റം പറഞ്ഞല്ല. ഒരിക്കൽ അച്ഛന് ഈ അച്ഛന്മാർ, പഴയ അച്ഛന്മാർ, സമയം അങ്ങനെ പറയണേ, പഴയ അച്ഛന്മാർ വീടുകളൊക്കെ സന്ദർശിക്കുമ്പോൾ അവിടുത്തെ ഒരു സങ്കീർത്തനമൊക്കെ വായിച്ച്, ഏതോ ദിവസമൊക്കെ ചോദിച്ച് വായിച്ച് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നൊരു പതിവാണ്. ഈ പണ്ടൊക്കെ ഞങ്ങളുടെ കാലത്തൊന്നും അങ്ങനെ അധികം ചെയ്തിട്ട്, ഈ നൈസച്ചൻ്റെ കാലത്തൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരിക്കൽ അച്ഛനെ വീട്ടിൽ ചെന്നപ്പോൾ വേദപുസ്തകം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അമ്മച്ചി വേദപുസ്തകം കൊണ്ടുവന്ന് എടുത്ത് കൊടുത്തു. അച്ഛനങ്ങോട്ട് തുറന്നപ്പോൾ തുറന്ന ഭാഗത്ത് ഒരു 100 രൂപ ഇരിക്കുന്നു. തുറന്നപ്പോഴേ പിന്നെ അച്ഛൻ പറഞ്ഞു, അമ്മച്ചി ഒരു 100 രൂപ ഇതിനകത്തിരിക്കുന്നല്ലോ. എൻ്റെ അച്ഛോ അതൊരു വലിയ രഹസ്യമാണ്. അതെന്താണ്? അതൊരു കേൾക്കത്ത് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു. ഉടനെ അമ്മച്ചി പറഞ്ഞു, എൻ്റെ അച്ഛൻ ഇവിടെ 5-6 എണ്ണം ഉണ്ടച്ചോ, എവിടെ കാശ് കൊണ്ട് വെച്ചാലും അവന്മാർ അടിച്ചുകൊണ്ട് പോകും. ഞാൻ പല മാർഗങ്ങൾ നോക്കിയതാണ്. ഒടുവിൽ കണ്ടുപിടിച്ച ഒരു സൂത്രമാച്ചോ, വേദോത്സവത്തിൽ വെച്ച ഇവൻ്റെ ആയുസിൽ എടുത്തിട്ടില്ല. അപ്പോൾ വേദോത്സവത്തിൻ്റെ ഉപയോഗം ഉണ്ടേ. എന്താണ്? ഇവൻ്റെ ആയുസ് വേദോത്സവം തുറക്കുകയില്ല. അപ്പോൾ അങ്ങനെ ഒരു ഗുണം ഇതിനകത്ത്. അതല്ല, നമ്മൾ വേദപുസ്തകത്തിൽ പല കാര്യങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നവരുണ്ട്. സാറാ ജോസഫ് എന്ന് പറഞ്ഞ എഴുത്തുകാരിയുണ്ട് മലയാളത്തിലെ. അവരുടെ ഒരു കൊച്ചു പുസ്തകമുണ്ട്, പെങ്ങളുടെ ബൈബിൾ എന്നാണ് അതിൻ്റെ പേര് തന്നെ, തലക്കെട്ട് തന്നെ. ആ പെങ്ങളുടെ ബൈബിളിനകത്ത് ഇരിക്കുന്ന സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് അതിൽ പറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ സെക്യൂരിറ്റി, നമ്മുടെ ഇവിടുത്തെ സോഷ്യൽ സെക്യൂരിറ്റിയാണ്. അവിടുത്തെ ആധാർ കാർഡ്, നമ്മുടെ നാട്ടിൽ ഒത്തിരി കാർഡുകളുണ്ട്, റേഷൻ കാർഡ്, പല കാർഡ്, ഇതെല്ലാം കൂടെ സൂക്ഷിച്ച് വെച്ചേക്കുന്ന ഏതാ സിബിട്ടെ ആ ബൈബിളിലാണ്. മസാല ദോശ പോലെ ഇരിക്കും ചിലപ്പം ബൈബിൾ എടുത്ത് തരുമ്പോൾ. മനസ്സിലായി, ഈ സാധനങ്ങളെല്ലാം അതിനകത്ത് ഇരിക്കുന്നത് കൊണ്ട്. അപ്പോൾ ഒരു ഉപയോഗം തൽക്കാലം അവിടെ ഇരിക്കട്ടെ.
ഏതോ രോഗം പിടിച്ചു. ഇവന് പക്ഷപാതമാകണം, അതുകൊണ്ടായിരിക്കണം ഇവന് എഴുന്നേറ്റ് നടക്കാൻ. ഇറ്റ് ഈസ് സംതിങ് അഫക്റ്റഡ് ടു ഹിസ് മൂവ്മെൻറ്റ് എന്നാണ്. അതുകൊണ്ടാണ് പക്ഷപാതം എന്നുള്ള ഒരു ധാരണയിൽ പൊതുവെ എത്തിയിരിക്കുന്നത്. അവൻ്റെ ഏതോ അസ്ഥിരോഗമാണ്, ആകാം. അവൻ പറഞ്ഞു, ഞാൻ എഴുന്നേറ്റ് അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും മിടുക്കന്മാരെന്ത് ചെയ്യും? 38 വർഷം ഇവൻ നിരങ്ങി പോയാൽ പോലും ഇവൻ ഇറങ്ങാമായിരുന്നു എന്ന് നമുക്ക് ഊഹിച്ചെടുത്തൂടെ. പക്ഷെ അവൻ പോയിട്ടില്ല, അല്ലേ? എന്നാൽ യേശു അവനോട് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അപ്പോൾ നമ്മളുടെ വില്ലിങ്നെസ് ആണ് പ്രധാനം. ഏതിനും നമുക്കൊരു വില്ലിങ്നെസ് ഉണ്ടെങ്കിൽ നമുക്ക് ഏതും സാധിക്കും. തീരെ വയ്യാങ്കിലും എഴുന്നേറ്റ് പള്ളിയിലിരിക്കുന്ന എത്ര പേരിന്ന് ഇവിടെ ഇരിപ്പുണ്ട്. ഇന്നത്തെ അവസ്ഥ എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ പലരും ഒരു പക്ഷേ ഇങ്ങ് വരാൻ ഇന്ന് പറ്റുമോ എന്ന് വിചാരിച്ചു. എന്നാൽ ചില പുള്ളികൾ കാലാവസ്ഥ നോക്കി ഇരിപ്പുണ്ട്. ഇന്ന് വൈകിട്ട് മഴയുടെ സാധ്യതയൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് ഇന്ന് ഇറങ്ങിയാൽ ചൂണ്ടയിടാൻ പോകുന്നതിനും വരെയും കാലാവസ്ഥാ കേന്ദ്രത്തിൽ അന്വേഷണം നടത്തിയേച്ചാണ് ചൂണ്ടയിടാൻ പോകുന്നതെന്ന് കേട്ടു. കാരണം അവന് ബാധിക്കുന്നതാണോ? നമ്മൾക്ക് വിശ്വാസത്തിൻ്റെ ഒരു എടുത്തുചാട്ടമുണ്ട്, എ ലീപ്പ് ഇൻ ഫെയ്ത്ത് എന്നാണ്. നമ്മൾ ഓർക്കണം, പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയത് ആത്മാവിലാണ് എങ്കിൽ നമ്മൾ ഓർക്കണം, ഈ രാജഭൃത്യൻ്റെ സൗഖ്യത്തെ വിശ്വാസത്തിലാണ് അവന് സൗഖ്യം പ്രാപിച്ചത് എങ്കിൽ ബത്സൈദയിലെ ആ മനുഷ്യനോട് പറയുകയാണ്, അവനോട് സൗഖ്യമാക്കി നീ കിടക്കയെടുത്ത് നടക്ക. അവൻ്റെ ഭാഗത്തുനിന്നൊന്നും കേട്ടില്ല. അതിന് നമ്മൾ പറയുന്ന പേരാണ് കൃപ എന്ന്, ഗ്രേസ് എന്ന്. നോക്കിയ ഹീലിംഗ് or change by the Spirit, healing by faith and healing by grace. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-9 വാക്യത്തിൽ പറയുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുക. അത് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനം അത്രയാകുന്നു. ഇറ്റ് ഈസ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. യേശുവിൻ്റെ ജനനത്തിന് മറിയോട് ദൈവത്തിൻ്റെ ദൂതൻ പറയുകയാണ്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. കൃപയുടെ അർത്ഥതലങ്ങൾ ആഴമാണ്. ലെറ്റ് മീ കൺക്ലൂഡ്. ഇവിടെ നമ്മൾ വായിക്കുന്നു, ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത് എന്താണ്? പരീക്ഷയിൽ 0 മാർക്ക് കിട്ടിയ ഒരുത്തന് ആ അധ്യാപിക ഒരു തീരുമാനമെടുത്ത് അവൻ എല്ലാ പ്രാവശ്യവും 0. ഈ പ്രാവശ്യം 5 മാർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. ഒന്നും എഴുതിയിട്ടൊന്നുമില്ല. എന്നാലും അപ്പോൾ ഇവൻ ആ ടീച്ചറോട് ചോദിച്ചു, ടീച്ചർ 5 ഔട്ട് ഓഫ്, ടീച്ചർ പറഞ്ഞു ഗ്രേസ്. 5 ഔട്ട് ഓഫ് ഗ്രേസ്. വട്ടപൂജ്യമായിരുന്ന എന്നെയും നിങ്ങളെയും അവൻ്റെ കൃപയാലാകുന്നു നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ കൃപയാണ്. ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് അവൻ്റെ കൃപയാണ്. ദൈവത്തിൻ്റെ അനന്തമായ കൃപയിലാണ് ആരോഗ്യത്തോടെ ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. രാത്രിയിൽ ഉറങ്ങുവാൻ പോകുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, രാത്രിയിൽ ഞാൻ ഉറങ്ങാൻ പോകുകയാണ്. കീപ് മീ അണ്ടർ യുവർ ഡിവൈൻ ഗ്രേസ്. നിൻ്റെ കൃപയിൽ എന്നെ കാവൽ ചെയ്യണം. നമ്മൾ മരണസമയത്ത് പാടുന്ന, മരിക്കുമ്പോൾ മാത്രം പാടാൻ കുറച്ച് പാട്ടുകളുണ്ട്. അതിലൊരു പാട്ടാണ്, രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു, അപ്പോഴുമൻ രഥത്തിൻ്റെ ചക്രം മുൻപോടുന്നു, സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടു വീടും. നിങ്ങൾ വിചാരിക്കും
മരിക്കുമ്പോൾ പാടാനുള്ള പാട്ടല്ല. ഞാൻ ചിലപ്പോഴൊക്കെ ആഗ്രഹിക്കും, ദൈവമേ രാത്രിയിൽ ഈ പാട്ട് പാടി ഒന്ന് ഉറങ്ങാൻ പറ്റുമോ? പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അയലോക്കത്തെ തോമാച്ചനും തങ്കമ്മ എഴുന്നേറ്റ് വരും. കാര്യം എന്താ? ചായം തട്ടിപ്പോയോ എന്നുള്ള പേടി. No, it is because of God's divine grace I am living. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, കൃപയാലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ സ്വഭാവം നോക്കിയാൽ ഞാൻ ഒരിക്കലും ഈ ലോകത്ത് കാണാൻ പാടില്ല. ഞാൻ ഇന്നലെ പറഞ്ഞു, it is because of the grace of God I am speaking to you loudly with a clear voice. It is not by the power of a doctor, by the grace of God worked through him. ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിച്ചതിനാലാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഗ്രേസ് ഓഫ് ഗാഡ്. നമുക്ക് പറയാൻ കഴിയണം, ദൈവമേ നിന്റെ കൃപയാലാണല്ലോ ഞാൻ ജീവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആരാണ്? നിന്റെ കൃപ ലഭിച്ചവനാണ് ഞാൻ, ദൈവത്തിൻ്റെ കരുണ ലഭിച്ചവനാണ്. അവസാനിപ്പിക്കുന്നു. ബത്സയിദ, എൻ്റെ സൗഖ്യത്തിൻ്റെ സമയം കാത്തുകിടന്ന സ്ഥലം, ഇനി നീ കാത്തുകിടക്കണ്ട. ബിക്കോസ് ദ ടെമ്പിൾ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മന്ദിരം ക്രിസ്തുവിലൂടെ എൻ്റെ മുന്നിൽ എത്തിയിരിക്കുന്നു. ഐ ആം ഇൻ ഹിസ് സാങ്ച്വറി നൗ. കൃപയുടെ നിറവുള്ള സ്ഥലത്തിൻ്റെ പേരാണ് ദേവാലയം. ഇന്ന് ഈ ദേവാലയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഇരിക്കുമ്പോൾ we must feel the healing touch of our Lord. He is here. He is here. He wanted to touch you. By His grace, His power overflows. But what a ചോദ്യം, സൗഖ്യം ആകാൻ നിനക്ക് മനസ്സുണ്ടോ? പറയണം, യെസ് ലോർഡ്, എനിക്ക് മനസ്സുണ്ട്. ഇന്ന് രാത്രി നമ്മൾ ദൈവത്തോട് പറയുകയാണ്, യെസ് ലോർഡ്, യു ടച്ച് മീ. നിന്റെ കൈകൾ എന്നെ തൊടണം. ആ തൊടുമ്പോൾ എനിക്ക് സൗഖ്യം കിട്ടും. The healing touch of Lord Jesus Christ makes the difference in my life. അച്ഛൻ പറഞ്ഞതിൻ്റെ ആദ്യത്തെ പ്രസ്താവനയുടെ അർത്ഥം അതാണ്. എൻ്റെ കർത്താവിൻ്റെ കരസ്പർശനം ഏൽക്കുന്നവൻ, അവൻ്റെ സ്പർശനത്തിൻ്റെ വ്യത്യാസം നിങ്ങൾ അറിയും. വിശ്വാസത്തിലൂടെയും ആത്മാവിലൂടെയും അവൻ്റെ കൃപയിലൂടെയും സൗഖ്യമാകാൻ അവൻ നമ്മെ ക്ഷണിക്കുകയാണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിലോട്ട് ഞാൻ പോകുന്നില്ല, അതിലേക്ക് പോകാൻ ഞാനിപ്പോൾ ശ്രമിക്കുന്നില്ല. യേശു അവനോട് പറയുകയാണ്, അവനൊരു ഡിസ്ചാർജ് നോട്ട് കൊടുത്ത് വിടുകയാണ്. നമ്മൾ ആശുപത്രിയിൽ നിന്ന് അവനെ നമ്മളെ ഇറങ്ങുമ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ തരുന്ന ഒരു നോട്ടുണ്ട്. എന്താ അത് പറയുന്നത്? ഡിസ്ചാർജ് നോട്ട്. യേശു അവനോട് പറഞ്ഞു, യെസ്, ഐ എം ഗിവിങ് യു എ ഡിസ്ചാർജ് നോട്ട്. എന്താണ്? ടേക്ക് അപ്പ് യുവർ മാറ്റ്. നീ നിന്റെ കിടക്കയെടുത്ത് പൊക്കോളം പറഞ്ഞു. നാളെ ആശുപത്രിയിൽ നമ്മളോട് പറയും, ആദ്യം പോയി ബില്ലടച്ചിട്ട് വേഗം പോയാൽ മതി. ഭൗതിക ശരീരം പോലും ബില്ലടയ്ക്കുന്നതിന് വേണ്ടി കാത്തുകിടക്കുന്ന ഈ ലോകത്തിൽ കർത്താവ് പറയാണ്, ഗോ ഇൻ പീസ്. ഇന്ന് രാത്രി നമുക്ക് ദേവാലയത്തിൽ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ ശാന്തതയോടെ മടങ്ങണം. ഗോ ഇൻ പീസ്. കൃപയാൽ ദൈവം നമ്മളെ രക്ഷയുടെ കവാടത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഹീലിംഗ് ഈസ് റിസ്റ്റോറേഷൻ. ഹീലിംഗ് ഈസ് റിഡംപ്ഷൻ. ഹീലിംഗ് ഈസ് സെൻഡിങ് ഔട്ട് വിത്ത് പീസ്. അവൻ സമാധാനത്തോടെ അയക്കുകയാണ്. വിശുദ്ധ കുർബാന അവസാനിക്കുമ്പോൾ ഞായറാഴ്ച പറയുന്ന പ്രസംഗത്തിൻ്റെ ഒരു ചെറിയ നോട്ട് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. അവസാനത്തെ റുഷ്മ എന്താണ് പറയുന്നത്? അച്ഛൻ ഞങ്ങളൊക്കെ
അതുവരെ ഈ പടിയിലൊക്കെ കയറി നിന്ന് ജഗജില്ലികളായിട്ട് നിന്ന് വലിയ പ്രസംഗം തകർത്തെല്ലാം കഴിഞ്ഞ് നിങ്ങളെ ദേവാലയത്തിന് പുറത്തേക്ക് അയക്കുമ്പോൾ പടിയിൽ നിന്ന് ഇറങ്ങും. ഇറങ്ങിയിട്ട് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയും, ബലഹീനനും ഭാവിയുമായ അടിയാൻ ഞാൻ. ബൈ യുവർ പ്രേയേഴ്സ്, നിങ്ങളുടെ പ്രാർത്ഥനയാൽ എനിക്ക് കരുണയും സന്തോഷവും സഹായവും ലഭിപ്പാൻ. അടുത്തത്, ഹൗ ഡു യു ഡിപ്പാർട്ട് ദ ചർച്ച്? നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലെ പോകണം. ഹൗ ടു ഡിപ്പാർട്ട് ദ ചർച്ച്? ബിക്കോസ് ദൈവത്തിൻ്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ എങ്ങനെ പോകണം? സന്തോഷത്തോടെ ഇറങ്ങിപ്പോകണം. ഈ ആനന്ദം പിന്നെ എന്തിനാ പറയുന്നേ? സന്തോഷവും ആനന്ദവും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഉണ്ട്. ചുമ്മാ അല്ലാതെ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the circumstances that which you gift you, സാഹചര്യങ്ങൾ നൽകുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് സന്തോഷം. ജോലിയിൽ ഒരു പ്രൊമോഷൻ സന്തോഷമാണോ? സാലറി ഒന്ന് ഹൈക്ക് ചെയ്തു സന്തോഷമാണോ? കഴിഞ്ഞ ദിവസം ഉണ്ടായ രോഗം പെട്ടെന്നൊന്ന് മാറിക്കിട്ടി സുഖമാണോ? സന്തോഷമാണ്. പക്ഷേ ആനന്ദം എന്ന പദം, റിജോയ്സ് എന്ന പദമാണ് പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത്. തൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുകയാണ്, റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ് ആൻഡ് അഗൈൻ ഐ സേ ടു യു റിജോയ്സ്. ആനന്ദം എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? കൃത്യമായി പറയണമെങ്കിൽ സ്വന്തം പ്രിയപ്പെട്ടവൻ മരിച്ച് ഭൗതിക ശരീരം മുമ്പിലിരുന്നു കൊണ്ട് പാടും, ആനന്ദമുണ്ടെനിക്കാനന്ദമുണ്ടെനി യേശു മഹാരാജ സന്നിധിയിൽ. ഓ, ആ പാട്ട് അതിൻ്റെ അർത്ഥത്തിലൂടെ നമ്മളങ്ങോട്ട് പാടിയാൽ നമ്മുടെ ചങ്കിൽ നിന്ന് ഭയങ്കര കൺസലേഷൻ നമുക്കുണ്ടാകും. റിജോയ്സ്. If the situation and circumstances are not in favor of me, I will rejoice in the Lord. എൻ്റെ സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ എനിക്ക് അനുകൂലമല്ലെങ്കിൽ പോലും ഞാൻ സന്തോഷിക്കാൻ ആനന്ദിക്കും. ബിക്കോസ് എൻ്റെ ദൈവം എനിക്ക് മറ്റൊരിടം തരുന്നു എന്നതാണ്. ഒടുവിൽ സമാധാനത്താലെ പോകണം. നമ്മൾ പള്ളിയിൽ നിന്നൊക്കെ പിരിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷേക്കാൻ, ഹലോ ഷാലോ, അടിച്ച് പിരിയാനല്ല പള്ളി. പിന്നെ എങ്ങനെ പോകണം? ഈ പറഞ്ഞതുപോലെ പോകണം. അച്ഛൻ തിരിച്ച് ഈ നമുക്ക് അതിൽ നിന്ന് പിടിവിടരുതെന്നാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഏതാ? ത്രോണോസിൽ നിന്ന്. എന്നാൽ അതെല്ലാം പറഞ്ഞതിന് ശേഷം ഞാൻ ഈ അടുത്ത കാലത്ത്, ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല, എൻ്റെ ഹൃദയത്തിൽ തോന്നിയതാണ്, ഞാൻ നേരെ ജനത്വൻ്റെ മുമ്പിലേക്ക് ഇറങ്ങും. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയില്ലാതെ ബലഹീനരായ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. We will see you tomorrow. നാളെ വീണ്ടും കാണാം. So I am sending you with that great hope. Go in peace. What is church? Church is the pole of healing. രോഗം മാറാൻ ഇവിടെ സ്ഥലമാണത്. ആശുപത്രിക്കപ്പുറം. അതുകൊണ്ടാണ് എല്ലാ ആശുപത്രിയിലും ഒരു ചാപ്പലുണ്ട്. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇപ്പോൾ തന്നെ 8 മിനിറ്റ് കയറിപ്പോയിട്ടുണ്ട്. അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമാധാനത്താലെ, സൗഖ്യത്താലെ, തൻ്റെ ആത്മാവിനാലെ, വിശ്വാസത്താലെ, കൃപയാലെ, അനുഗ്രഹത്തോടെ അയക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ ലഭിച്ച കൃപാദാനങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.